മദീനയിൽ ആടുമേച്ചുകൊണ്ടിരുന്ന ചില മുഹാജിരീങ്ങളെ ഖുറൈശികളായ ആളുകൾ മക്കയിൽ നിന്ന് വന്ന് തട്ടിയെടുക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എങ്ങനെയെങ്കിലും ഇവരുടെ നീക്കങ്ങൾ തകർക്കണമെന്നുദ്ദേശിച്ചുകൊണ്ട് പലപ്പോഴും സ്വഹാബികളെ അങ്ങോട്ട് രംഗനിരീക്ഷണത്തിന് വേണ്ടി പറഞ്ഞേക്കാറുണ്ടായിരുന്നു. ഒരിക്കൽ ശത്രുക്കളുടെ നീക്കങ്ങൾ അറിയാൻ വേണ്ടി അബ്ദുല്ലാഹ് ബിൻ ജഹ്ഷിൽ അസദി റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ചില സ്വഹാബികളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞയച്ചു. അമ്മാർ ബിൻ യാസിർ, അബൂ ഹുദൈഫ, സഅദ് ബിൻ അബി വഖാസ് തുടങ്ങിയ ചില സ്വഹാബികളും അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. അവരുടെ കയ്യിൽ ഒരു കത്ത് കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ കത്തുമായിട്ട് മദീനയുടെ പ്രാന്തത്തിലൂടെ 2 ദിവസം യാത്ര ചെയ്യണം. ബത്നുൻ നഖ്ല എന്ന സ്ഥലത്ത് നിങ്ങൾ എത്തിയാൽ ഈ കത്ത് നിങ്ങൾ പൊളിച്ചു നോക്കുകയും അതിലെന്താണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് എന്നതനുസരിച്ച് ചെയ്യുകയും വേണം. അവിടെ എത്തി അവരത് തുറന്നു നോക്കുമ്പോൾ അതിൽ കാണുന്നത്, നിങ്ങൾ നഖ്ല എന്ന സ്ഥലത്തേക്ക് പോകണം. ഖുറൈശികൾ നമുക്കെതിരായി എന്തെങ്കിലും ആസൂത്രണം നടത്തുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കണം. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകമായി പറഞ്ഞിരുന്നു, അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷേ, ഒരാളെയും നിങ്ങളുടെ കൂടെ വരാൻ നിങ്ങൾ നിർബന്ധിക്കരുത്. അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷ് ഈ കത്ത് വായിച്ചപ്പോ എല്ലാവരും അദ്ദേഹത്തെ പിന്തുടരാൻ വേണ്ടി തീരുമാനിച്ചു. നജ്റാനിലെത്തിയപ്പോൾ സ്വഹാബിയായ ഉത്ബത്തിന്റെയും സഅദ് ബിൻ അബി വഖാസിന്റെയും ഒട്ടകങ്ങൾ വഴിപിഴച്ചു പോയി. അവരാ ഒട്ടകങ്ങളെ തെരഞ്ഞുപോയി. ബാക്കിയുള്ളവരൊക്കെ നഖ്ലയിൽ എത്തിച്ചേർന്നു. അങ്ങനെ വരുമ്പോൾ അംർ ഇബ്നുൽ ഹളറമി എന്ന ഖുറൈശിയുടെ നേതൃത്വത്തിലുള്ള വലിയ ഒരു സംഘം, കച്ചവട സംഘമായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ഇവരുടെ കൂട്ടത്തിൽ ഉസ്മാൻ ഇബ്നു അബ്ദില്ല, അദ്ദേഹത്തിന്റെ സഹോദരനായ നൗഫൽ, ഹക്കം തുടങ്ങിയ ഖുറൈശി പ്രമുഖന്മാരുണ്ടായിരുന്നു. ഇവരെ ഈ സ്വഹാബികൾ ആക്രമിച്ചു. സ്വഹാബികൾ അവരുടെ സ്വത്ത് പിടിച്ചെടുത്തു. തങ്ങൾക്കെതിരായി പോരാട്ടം നടത്തുന്നവർക്കെതിരായി സംഘട്ടനം നടത്താനുള്ള ആഹ്വാനം പ്രവാചകരവരോട് കൽപ്പിച്ചിട്ടില്ല എങ്കിലും സ്വഹാബികളുടെ ഒരു ആത്മധൈര്യം കൊണ്ട് അവർ അവരിൽപ്പെട്ട ഹളറമിയെ, അംർ ഇബ്നുൽ ഹളറമിയെ വധിക്കുകയും ചെയ്തു. ഇത് ഖുറൈശികൾക്ക് ഏറ്റവും വലിയ ഒരു പ്രശ്നമായി. ഇവർ ഇത് വലിയ ഒരു സംഭവമായി കണ്ടു. മുസ്ലിങ്ങൾ മദീനയിൽ പോയി ശക്തി പ്രാപിക്കും, അതുകൊണ്ട് അവർക്കെതിരായി എന്തെങ്കിലും ചെയ്തേ മതിയാവൂ എന്നിങ്ങനെ ഉദ്ദേശിക്കുമ്പോഴാണ് ഖുറൈശി പ്രമുഖനായ അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ വലിയ ഒരു കച്ചവട സംഘം ഷാമിലേക്ക് യാത്രയാകുന്നത്. അങ്ങനെ അവർ, ഷാം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഫലസ്തീന്, ഇന്നത്തെ സിറിയ, ഇന്നത്തെ ജോർദാൻ, ഇതൊക്കെ അടങ്ങിയ ഒരു പ്രദേശമാണ്. അന്നത് വലിയ ഒരു കച്ചവട സെന്റർ ആയിരുന്നു. ഇവിടേക്ക് അബൂ സുഫിയാൻ പോകുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, അബൂ സുഫിയാൻ പോകുന്നത് സ്വന്തം സമ്പത്തുമായിട്ടല്ല. മദീനയിലേക്ക് ഹിജ്റ പോയ ആളുകളുടെ വീട്, അവരുടെ കുടുംബങ്ങൾ, അവരുടെ സ്വത്തുക്കൾ, അവരുടെ ഈന്തപ്പനത്തോട്ടങ്ങൾ, അവരുടെ ദീനാറുകൾ, അവരുടെ ദിർഹമുകൾ എല്ലാം മക്കയിൽ ഒഴിവാക്കിയിട്ടാണ് അവർ മദീനയിലേക്ക് പോകുന്നത്. ഇത് മുഴുവൻ ഇവരുടെ കച്ചവടത്തിന് വേണ്ടി ഉപയോഗിച്ചു. തന്നെയുമല്ല, മക്കക്കാരായ ആരൊക്കെയുണ്ടോ അവർ അവരുടെ സമ്പത്തിൽ നിന്ന് വലിയ ഒരു ഭാഗം, ഒരു ദീനാറാണെങ്കിൽ അതുപോലും ഈ കച്ചവട സംഘത്തെ വഹിച്ചിട്ടുണ്ടായിരുന്നു. പ്രമുഖരായ 17 ആളുകൾ ഇതിലുണ്ടായിരുന്നു. ഒരഭിപ്രായ പ്രകാരം 30 ആളുകൾ ഉണ്ടായിരുന്നു. ഏതായാലും ഇവരെ പിടികൂടുക എന്ന ലക്ഷ്യം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആലോചിച്ചെങ്കിലും അപ്പോഴേക്കവർ ഷാമിലേക്ക് എത്തിയിരുന്നു. ഇനി പ്രവാചകർ ആഗ്രഹിക്കുന്നത് അവര് തിരിച്ചു വരുമ്പോൾ അവരെ പിടികൂടണം. തങ്ങളെ കൊള്ളയടിച്ചതിന്, തങ്ങളെ നാട്ടിൽ നിന്ന് പുറത്താക്കിയതിന്, തങ്ങളുടെ സമ്പത്ത് മുഴുവൻ ചോർത്തിയെടുത്തതിന് ഇവരോട് പ്രതികാരം ചോദിച്ചിട്ടില്ല എങ്കിൽ, അവരെ പിടിച്ചെടുത്തിട്ടില്ല എങ്കിൽ നമ്മുടെ ദീൻ ഇവിടെ തകർന്നു പോകും, നമ്മുടെ ആസ്തിക്യം ഇവിടെ ഇല്ലാതെയായി പോകും. അതുകൊണ്ട് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ റമളാനിന്റെ പ്രാരംഭത്തിൽ
സ്വഹാബികളെ മുഴുവൻ വിളിച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ അവരുടെ മുമ്പിൽ പറയുകയാണ്. സ്വഹാബ, അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ കച്ചവട സംഘം തിരിച്ചു വരുന്നു എന്ന വിവരം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അവരെ നേരിടാൻ നിങ്ങൾ തയ്യാറുണ്ടോ? അല്ലാഹു തആല ആ സ്വത്തുക്കൾ ഒരുപക്ഷെ നമുക്ക് കീഴ്പ്പെടുത്തി തന്നേക്കാം എന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് പറയുകയാണ്. പ്രവാചകർ പറഞ്ഞു, നിങ്ങൾ വാഹനം കൊണ്ടുവന്നവർ അതിൽ കയറുക, വാഹനമുള്ളവർ അതിൽ കയറുക. രോഗികൾ കയറേണ്ടതില്ല, കുഞ്ഞുങ്ങൾ കയറേണ്ടതില്ല, അവശത അനുഭവിക്കുന്നവരും സ്ത്രീകളും വരേണ്ടതില്ല. മുഅ്മിനീങ്ങളെ, അവർ ഒരുമിക്കുകയാണ്. 313 ആളുകൾ ആ കൂട്ടത്തിൽ സംഘമായിട്ട് ചേരുകയാണ്. നിങ്ങൾ ചിന്തിക്കണേ ചെറുപ്പക്കാരെ, SKSSF-ന്റെ പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ ജോലിയും നമ്മുടെ എല്ലാം മാറ്റിവെച്ചുകൊണ്ട് നമ്മൾ രംഗത്തിറങ്ങുമ്പോ, മഹല്ലിന്റെ പ്രവർത്തനങ്ങൾക്ക്, സമസ്തയുടെ പ്രവർത്തനങ്ങൾക്ക്, അന്ന് ആ ബദരീങ്ങൾ ചെയ്ത ജിഹാദിന്റെ ഭാഗമാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് എന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ടതായിട്ടുണ്ട്. ഈ കാലഘട്ടത്തിന്റെ ജിഹാദ് അതാണ്. യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ കുട്ടികൾ വരരുത് എന്ന് പറഞ്ഞല്ലോ. ഒരു കുട്ടിയുണ്ട്, കാലിന്റെ വിരലുകളിൽ ഇങ്ങനെ നടക്കുകയാണ്. കാലുകൊണ്ട് ശരിക്ക് നടക്കാതെ വിരലിങ്ങനെ കുത്തിയിട്ട് വലിയ ആളാണെന്ന് തോന്നിക്കുന്ന രീതിയിൽ നടക്കുകയാണ്. ആളുകൾ ചോദിച്ചു, മോനെ നീ എന്താണ് അങ്ങനെ നടക്കുന്നത്? സഅദ് ബിൻ അബീ വഖാസിന്റെ സഹോദരനായ ഉമൈർ ബിൻ അബീ വഖാസ് ആയിരുന്നു അത്. എന്താണ് മോനെ നീ അങ്ങനെ നടക്കുന്നത്? അവിടുന്ന് പറഞ്ഞു, ആ കുട്ടി പറഞ്ഞു, എന്നെ എങ്ങാനും ഹബീബായ പ്രവാചകർ കണ്ടാൽ എന്നെ യുദ്ധത്തിന് കൊണ്ടുപോകില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു, ഉമൈറേ നീ തിരിച്ചു പോകണം. ഇല്ല നബിയെ, എന്നെ അങ്ങ് കൊണ്ടുപോകണം. എന്താണ് ഇത്? യുദ്ധം കുട്ടികളുടെ കളിയല്ലല്ലോ. ഫബക്കാ ഉമൈർ, കരഞ്ഞുകൊണ്ട് ഉമൈർ പറയുകയാണ്, ഇന്നി ഉരീദു അൻ അനാല ശഹാദത യാ റസൂലല്ലാഹ്, എനിക്ക് രക്തസാക്ഷിയാവണം നബിയെ. നിങ്ങൾ ചിന്തിക്കണേ, ബദറിൽ 14 ആളുകളാണ് ഷഹീദായത്. ഈ ഷഹീദായ 14 ആളുകളിൽ ഒരാളാണ് സയ്യിദുനാ ഉമൈർ ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. ഈ സദസ്സിന്റെ ഒരു ആവേശമായി ഷഹാദത്ത് മാറട്ടെ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. ചില ആളുകൾക്ക് വരാൻ പറ്റിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളായ റുഖയ്യ ബീവിക്ക് രോഗമായതിനാൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് യഥാർത്ഥത്തിൽ ആ പോരാട്ടത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ആ യുദ്ധത്തിന്റെ സഹായിയായെങ്കിലും അദ്ദേഹത്തിന് അതിന്റെ യുദ്ധത്തിന് കൂടെ പോകാൻ കഴിഞ്ഞില്ല. മദീനയുടെ ഭരണ ചുമതല അബൂ ലുബാബ റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചു. 2 കണ്ണുമില്ലാതിരുന്ന അബ്ദുല്ലാഹ് ബിൻ ഉമ്മി മക്തൂമിനെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ മദീന പള്ളിയിലെ ഇമാമത്തെ ഏൽപ്പിക്കുകയും ചെയ്തു. ബാക്കിയുള്ളവരെല്ലാം പുറപ്പെടുകയാണ്. മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബികളുടെ കയ്യിൽ 3 കൊടികൾ കൊടുത്തു. ഒരു കൊടി വെളുത്തതായിരുന്നു, 2 എണ്ണം കറുത്തതായിരുന്നു. വെളുത്ത കൊടി കൊടുത്തത് മഹാനായ മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലായിരുന്നു. കറുത്ത കൊടിയിൽ ഒന്ന് അലി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലും മറ്റൊന്ന് മഹാനായ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലുമായിരുന്നു കൊടുത്തിരുന്നത്. നമ്മളൊക്കെ സാധാരണ ബദറിന്റെ പാട്ടൊക്കെ കേൾക്കുമ്പോ നമ്മൾ ഇങ്ങനെ കേൾക്കാറുണ്ടല്ലോ, ബദറിലേക്ക് യുദ്ധത്തിന്റെ പതാകയും വഹിച്ചു കൊണ്ടുപോകുന്ന ആ മഹാന്മാരായ സ്വഹാബികളുടെ ആ മനോഹരമായ ഓർമ്മകൾ മോയിൻകുട്ടി വൈദ്യരുടെയൊക്കെ പാട്ടുകളിലൂടെ സാധാരണയായിട്ട് നമ്മൾ കേൾക്കാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബികളും യാത്രയായി. ബദറിലേക്ക് എത്തുന്നതിന്റെ മുമ്പ്
സ്വഹാബികളുടെ 2 സ്വഹാബികളെ ഒരു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ജലാശയത്തിന്റെ അടുക്കലേക്ക് പറഞ്ഞയച്ചു. അവിടെ ഒരു തടാകമുണ്ടായിരുന്നു എന്നാണ് ഒരഭിപ്രായ പ്രകാരം. ആ തടാകത്തിന്റെ അടുത്ത് ബദർ എന്നു പേരുള്ള ഒരാൾ താമസിച്ചിരുന്നു. അതുകൊണ്ടാണത്രേ ആ പ്രദേശത്തിന് ബദർ എന്ന് പേര് വന്നത്. ഏതായാലും ആ സ്വഹാബികൾ 2 പേരും അവിടെ ചെന്നപ്പോൾ അവർ അവിടെ 2 സ്ത്രീകൾ ഇങ്ങനെ ഷണ്ട കൂടുന്നത് കണ്ടു. ചരിത്രത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ടാകും. ഒരു സ്ത്രീയെ മറ്റൊരാൾ വെള്ളമെടുക്കാൻ അനുവദിക്കുന്നില്ല. അപ്പോൾ ആ സ്ത്രീ തിരിച്ചു കൊടുക്കാനുള്ള കടം കൊടുത്തിട്ടില്ല, കടം തിരിച്ചു വീട്ടിയിട്ടില്ല. അപ്പോ ആ കടം വീട്ടാത്ത സ്ത്രീ മറ്റേ സ്ത്രീയോട് പറയുന്നത് ഇങ്ങനെ കേട്ടു, ഞാന് നാളെയോ മറ്റന്നാളോ ഖുറൈശി സംഘം ഇവിടെ എത്തുമല്ലോ, കച്ചവട സംഘം ഇവിടെ എത്തുമല്ലോ, അവർക്ക് വെള്ളം കോരിയിട്ട് നിന്റെ കടം ഞാൻ വീട്ടിത്തരാം എന്ന് പറയുന്നത് ഇവർ കേട്ടു. നബിയുടെ അടുക്കലേക്ക് തിരിച്ചു ചെന്നവർ കാര്യം പറഞ്ഞു. അങ്ങനെ ഇരിക്കെ അബൂ സുഫിയാന് പല രീതിയിലും സംശയങ്ങൾ ഉണ്ടായിരുന്നു. മുഹമ്മദും കൂട്ടരും സൈന്യവുമായി വന്ന് ഞങ്ങളെ ആക്രമിക്കുമോ? സംഘത്തെ ഒരു ഭാഗത്ത് നിർത്തി ബദറിന്റെ പരിസരത്തേക്ക് അബൂ സുഫിയാൻ ഒറ്റക്ക് ചെന്നു. ഒറ്റക്ക് ചെന്നപ്പോൾ അവിടെ ഒരാൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അയാളോട് ചോദിച്ചു, നീ ഇവിടെ ആരെങ്കിലും കണ്ടിട്ടുണ്ടായിരുന്നോ? അയാൾ പറഞ്ഞു, ഞാൻ ആരെയും കണ്ടിട്ടൊന്നുമില്ല. എന്നാലും ഇന്നലെ 2 ആളുകൾ ഇതിലൂടെ വന്നിരുന്നു. അവർക്ക് പ്രത്യേകമായ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അബൂ സുഫിയാൻ അവരുടെ ഒട്ടകത്തിന്റെ കാഷ്ടം പരിശോധിച്ചു നോക്കിയപ്പോൾ അവന് മനസ്സിലായി ഇത് മദീനക്കാരായ ആളുകളുടെ ഒട്ടകമാണ്. അതുകൊണ്ട് തന്റെ സംഘത്തെ അവൻ മറ്റൊരു വഴിയിലേക്ക് പറഞ്ഞയച്ചു. അതോടുകൂടെ അവനൊരു പ്രവർത്തനം ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അനുയായികളും നമ്മളെ ആക്രമിക്കാൻ വരുന്ന വിവരം ഖുറൈശികളെ അറിയിക്കണമല്ലോ. ലംലം എന്ന് പറയുന്ന അവർക്കിടയിലെ ഒരാളുണ്ടായിരുന്നു. അവനെ വിളിച്ചിട്ട് അബൂ സുഫിയാൻ പറഞ്ഞു, നീ നിന്റെ ഒട്ടകവുമായിട്ട് വേഗം പോകണം. ആ ഒട്ടകവുമായി പോയിട്ട് അതിന്റെ മൂക്ക് നീ മുറിക്കണം, അതിന്റെ ചെവി നീ മുറിക്കണം. എന്നിട്ട് നീ ഖുറൈശികളോട് വിളിച്ചു പറയണം, ഖുറൈശികളെ, നിങ്ങളുടെ ധനം അബൂ സുഫിയാന്റെ കൈവശമാണല്ലോ. നിങ്ങൾ ധനത്തെയും സംഘത്തെയും മുഹമ്മദും കൂട്ടരും തടഞ്ഞിരിക്കുന്നു എന്ന് പറയണം. ഇതുമായിട്ട് ലംലം യാത്രയായി. ഈ സന്ദർഭത്തിലാണ് മക്കയിൽ മനോഹരമായ ഒരു സ്വപ്നത്തിന്റെ കഥ നടക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട അമ്മായിയാണ്, അഥവാ പിതാവിന്റെ സഹോദരിയാണ് ആതിഖ ബിൻത് അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹ. ആതിഖ ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നം തന്റെ സഹോദരനായ അബ്ബാസിനോട് പറഞ്ഞു. എന്താണ് സ്വപ്നം? സ്വപ്നം ഇതായിരുന്നു, ഭീകരമായ ഒരു വിപത്ത് നമ്മുടെ ജനങ്ങൾക്ക് വരുന്ന രീതിയിൽ ഒരാള് ഒരു മലയുടെ മുകളിൽ ഒരു ഒട്ടകവുമായി വന്ന് ആ ഒട്ടകത്തിന്റെ മൂക്കും ചെവിയുമെല്ലാം ഛേദിച്ച് നമുക്ക് ഭീഷണിയുടെ മുന്നറിയിപ്പ് നൽകുന്നു. ഇതായിരുന്നു ആ സ്വപ്നം. എന്തോ ഒരു വിപത്ത് നമുക്ക് വരാനുണ്ട് എന്നതായിരുന്നു സ്വപ്നം. അബ്ബാസിനോട് പറഞ്ഞു, അബ്ബാസ്, ആരോടും ഈ സ്വപ്നം പറയരുത്. അബ്ബാസ് ആണെങ്കിൽ തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനായ വലീദ് ഇബ്നു ഉത്ബയോട് പറഞ്ഞു. വലീദ് ഇബ്നു ഉത്ബ അബൂജഹലിനോട് പറഞ്ഞു. അബൂജഹൽ നാട്ടുകാരോട് പറഞ്ഞു. അബ്ദുൽ മുത്തലിബിന്റെ മകനായ അബ്ബാസിനെ പരിഹസിച്ചുകൊണ്ട് അബൂജഹൽ പറഞ്ഞു, അല്ല അബ്ബാസ്, ഇതുവരെ നിങ്ങളിലെ പുരുഷന്മാർക്ക് മാത്രമാണ് പ്രവാചകത്വം ഉണ്ടായിരുന്നത്, ഇപ്പൊ സ്ത്രീകൾക്കും തുടങ്ങിയോ? എന്താണ് അബൂജഹൽ താങ്കൾ പറയുന്നത്? അംർ ഇബ്നുൽ ഹിഷാം. അല്ല, ആതിഖ ഒരു സ്വപ്നം കണ്ടല്ലോ. വല്ലാതെ പേടിച്ചു പോയി. എങ്ങനെ നാട്ടുകാരറിഞ്ഞു? വീട്ടിലെത്തിയപ്പോൾ അബ്ബാസ് പറയാണ്, വീട്ടിലെത്തിയപ്പോൾ ആതിഖയും വീട്ടിലുണ്ടായിരുന്ന സ്ത്രീകളും മുഴുവൻ അബ്ബാസിനെതിരായി തിരിഞ്ഞു. എല്ലാവരും പറയാണ്, നിങ്ങൾ എന്തിനത് അവനോട് പറഞ്ഞു? അവൻ നിങ്ങളെ പരിഹസിച്ചിട്ടും നിങ്ങളൊന്നും ചെയ്തില്ലല്ലോ. അബ്ബാസ് പറയാണ്, അബൂജഹലിന് 2 കൊടുക്കണം. എന്തിനവൻ എന്നെ പരിഹസിച്ചു? അതിനു വേണ്ടിയിട്ട് ഞാൻ കഅബയുടെ അടുക്കലേക്ക് പോകുമ്പോ അതാ അബൂജഹൽ അടക്കമുള്ള എല്ലാവരും ഇങ്ങനെ ഓടിപ്പോവുകയാണ്. ഞാൻ വിചാരിച്ചു എന്നെ പേടിച്ചിട്ടാണോ? അല്ല,
വലിയ ഒരു ശബ്ദം ഇങ്ങനെ കേൾക്കുന്നുണ്ട്. ഞങ്ങളെല്ലാവരും ഓടിപ്പോയി നോക്കിയപ്പോ അതാ ലംലമാണ് ഒട്ടകത്തിന്റെ മൂക്ക് മുറിച്ച്, ഒട്ടകത്തിന്റെ ചെവി മുറിച്ച് അവനാർ തട്ടഹസിക്കുന്നുണ്ട്. യാ മഅശറ ഖുറൈശ് അല്ലതീമ അല്ലതീമ, ഖുറൈശികളെ, നിങ്ങളുടെ പണവും നിങ്ങളുടെ സുഗന്ധദ്രവ്യങ്ങളും വഹിക്കുന്ന ഒട്ടകമിതാ. ഇൻ അസ്വാബഹാ മുഹമ്മദുൻ ലം തുഫ്ലിഹു അബദാ. അൽ ഗൗസ് അൽ ഗൗസ്, സഹായം സഹായം, വേഗം വരൂ വേഗം വരൂ. അബൂജഹൽ ഓടി, ആളുകൾ ഓടി, അവരവിടെ വെച്ച് കൂടുകയാണ്. അപ്പോൾ തന്നെ അവർ തീരുമാനമെടുക്കുകയാണ്, നമുക്കിത് തടയണമല്ലോ, എല്ലാവരും വരൂ എല്ലാവരും വരൂ. അബൂജഹലിന്റെ നേതൃത്വത്തിൽ അപ്പോഴേക്ക് യുദ്ധത്തിനുള്ള സംഘാടനം തുടങ്ങുകയാണ്. എല്ലാവർക്കും വലിയ ഇൻട്രസ്റ്റ് ആയി, വലിയ താല്പര്യമായി. ചില ആളുകൾ അതിൽ പങ്കെടുത്തില്ല. പങ്കെടുക്കാത്ത ഒരാളാണ് തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ്. കാരണം അവൻ അറിയാമായിരുന്നു ഹബീബായ മുഹമ്മദ് മുസ്തഫ, സ്വലാത്ത് ചൊല്ലൂ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞാൽ അത് സംഭവിക്കുമെന്ന്. അതുകൊണ്ട് അവൻ പറഞ്ഞു ഞാനില്ല. പകരം അവന് ഒരാൾ കുറച്ച് പണം കൊടുക്കാനുണ്ടായിരുന്നു. ആ കടം വീടാൻ വേണ്ടിയിട്ട് അയാളെ യുദ്ധത്തിന് പറഞ്ഞയച്ചു. പക്ഷേ ഈ യുദ്ധം കഴിഞ്ഞവർ തിരിച്ചു വരുന്നതിന് മുമ്പ് ഗുരുതരമായ രോഗം ബാധിച്ച് അബൂലഹബ് മരിച്ചുപോയി. ചരിത്രം പറയാത്തത് സമയമില്ലാത്തത് കൊണ്ടാണ്. മറ്റൊരു നേതാവായ ഉമയ്യത്ത് ബിൻ ഖലഫ് നിങ്ങൾക്കറിയാമല്ലോ. മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ക്രൂരമായി പീഡിപ്പിച്ച അവൻ യുദ്ധത്തിന് പോരാതിരിക്കുമ്പോ അബൂജഹലിന്റെ പരിഹാസങ്ങൾ ഏറ്റുവാങ്ങിയപ്പോ നീ എന്താ സ്ത്രീകളെ പോലെ യുദ്ധത്തിന് വരുന്നില്ലേ എന്ന് ചോദിച്ചപ്പോ അവനും എഴുന്നേറ്റു, യുദ്ധത്തിന് വേണ്ടി പോയി. 1000ഓളം ആളുകൾ, 100 പടക്കുതിരകൾ, ധാരാളം അങ്കികൾ, നിരവധി ഒട്ടകങ്ങൾ, പാട്ടുപാടാൻ സുന്ദരിമാരായ പാട്ടുകാരികൾ, നൃത്തം ചെയ്യാൻ നർത്തകികൾ, വിനോദോപകരണങ്ങൾ. കാരണം അവർ പോകുന്നത് യുദ്ധം ചെയ്യാനല്ല. പാവപ്പെട്ടവരാണല്ലോ മുഹമ്മദും കൂട്ടരും. അവരുടെ കയ്യിലുള്ളത് കേവലം 5 കുതിരകൾ മാത്രമാണ്. ആലോചിക്കണേ, കാലിൽ ചെരിപ്പില്ല ആ പട്ടിണി പാവങ്ങൾക്ക്. ബദറിന്റെ 17, റമദാനിന്റെ 17ഉം 16ഉം 15ഉം ഒക്കെ കഴിഞ്ഞു പോകുമ്പോ കാലിൽ ചെരിപ്പിടാതെ റമദാനിൽ നോമ്പ് നോറ്റ് ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിൽ കുതിരപ്പുറത്ത് നിന്ന് താഴേക്കിറങ്ങി അള്ളാന്റെ ഹബീബ് നടന്നു പോകുമ്പോൾ സ്വഹാബികൾ പറയുന്നുണ്ട്, നബിയേ നിങ്ങൾ ഇതിന്റെ മുകളിൽ കയറിക്കോളൂ. വേണ്ട, നിങ്ങൾക്കുള്ള പ്രതിഫലം ഞാനും ആഗ്രഹിക്കുകയാണ്. നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുറൈശികളുടെ ലക്ഷ്യം മുഹമ്മദ് നബിയെയും കൂട്ടരെയും അങ്ങ് നശിപ്പിക്കുക എന്നുള്ളതാണ്. അവരുടെ കൊടിവാഹകൻ സായിബ് ബിൻ യസീദ് റളിയല്ലാഹു അൻഹു പിൽക്കാലത്ത് മുസ്ലിമായ ആളായിരുന്നു. ഇവർ യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ അവർക്കുള്ള മുഴുവൻ ഭക്ഷണവും 12 ആളുകൾ ഏറ്റെടുന്നു. അബൂജഹലും ഉത്ബത്തും ശൈബത്തും ഉൾപ്പെടെയുള്ള ആളുകൾ. ഖുർആൻ പറയുന്നു, ഇന്നല്ലദീന കഫറൂ യുൻഫിഖൂന അംവാലഹും ലിയസുദ്ദൂ അൻ സബീലില്ലാഹ്. അല്ലാഹുവിന്റെ മാർഗത്തെ തൊട്ട് ആളുകളെ തടയാൻ വേണ്ടിയിട്ട് സ്വന്തം പണം ചെലവഴിക്കുന്ന ആളുകൾ ഫസയൂഫിഖൂനഹാ ثم تكون عليهم حسرة ثم يغلبون. ആ ചെലവഴിക്കൽ അവർക്ക് ദുഃഖമായി മാറുകയും അവർ തീർച്ചയായും പരാജയപ്പെടുകയും ചെയ്യും. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. നബിയുടെ ലക്ഷ്യം ഇങ്ങനെ 1000ഓളം വരുന്നവരോട് യുദ്ധം ചെയ്യണമല്ലോ. അല്ലാഹുവിന്റെ റസൂൽ ഈ വിവരം അറിഞ്ഞു. ജിബ്രീൽ അലൈഹിസ്സലാം ഈ വിവരം അറിയിച്ചു കൊടുത്തു. എന്തു ചെയ്യും? 313 ആളുകളെ ഇങ്ങനെ ഒരുമിച്ച് കൂട്ടി. പരിശുദ്ധമായ റമദാനിൽ നോമ്പ് നോറ്റവരാണവർ. നബിയുടെ മുഖത്തേക്ക് അവരിങ്ങനെ നോക്കിയിരിക്കുകയാണ്. നബി അവരോട് പ്രസംഗിക്കാൻ തുടങ്ങി. സ്വഹാബികളെ, സ്ഥിതിഗതികളെല്ലാം മാറിയിട്ടുണ്ട്.
ശത്രുക്കൾ കണ്ണിൽ കണ്ട ആയുധങ്ങളെല്ലാം വലിച്ചു കൂട്ടിയിട്ട് നാമുമായി യുദ്ധം ചെയ്യാൻ ഒരുങ്ങിയിരിക്കുന്നു. നമ്മൾ എന്ത് ചെയ്യണം? യുദ്ധം ചെയ്യണോ? മദീനയിലേക്ക് തിരിച്ചുപോയി നമുക്ക് രക്ഷ നേടണോ? സ്വഹാബികളോട് ചോദിച്ചപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവും ഉമർ റളിയല്ലാഹു അൻഹുവും എഴുന്നേറ്റ് നിന്നുകൊണ്ട്, നബിയേ, ഞങ്ങൾ എന്തിനും തയ്യാറാണ്. മുഹാജിരീങ്ങളിലെ ഏറ്റവും മനോഹരമായി സംസാരിക്കുന്ന ആളാണ് മഹാനായ മിഖ്ദാദ് റളിയല്ലാഹു അൻഹു. മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്നവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന മിഖ്ദാദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് പറഞ്ഞു, നബിയേ, വല്ലാഹ്, അല്ലാഹു തന്നെയാണ്, ലാ നഖൂലു ലക കമാ ഖാല ഖൗമു മൂസാ ലിമൂസാ. മൂസാ നബിയുടെ സമൂഹം മൂസാ നബിയോട് പറഞ്ഞതുപോലെ ഞങ്ങൾ പറയില്ല നബിയേ. എന്താണ് അവര് പറഞ്ഞത്? ഫദ്ഹബ് അൻത വറബ്ബുക ഫഖാതിലാ, നീയും നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്യുക. അങ്ങനെ ഒരിക്കലും ഞങ്ങൾ പറയില്ല നബിയേ. ഞങ്ങൾ പറയുന്നത് എന്താ? ലനുഖാതിലന്ന, ഞങ്ങൾ യുദ്ധം ചെയ്യും, അൻ യമീനിക, വലതുഭാഗത്തു നിന്ന്, ഇടതുഭാഗത്തു നിന്ന്, മുമ്പിൽ നിന്ന്, പിന്നിൽ നിന്ന്. ഹബീബായ നബിക്ക് ഇത് അറിയേണ്ട കാര്യമുണ്ടായിരുന്നില്ല. എന്തേ കാര്യം? നബിക്കത് അറിയാമല്ലോ. ഇവർ മുഹാജിരീങ്ങളാണ്, ഇവർ ഏറ്റവും വലിയ പോരാളികളാണ്. താൻ സ്വന്തം വീട് ഒഴിവാക്കാൻ പറഞ്ഞപ്പോൾ അതൊഴിവാക്കി വന്നവരാ. അതുകൊണ്ട് റസൂലുള്ളാഹ്ക്കത് പുത്തരിയായിരുന്നില്ല. നബിക്കറിയേണ്ടിയിരുന്നത് അൻസ്വാരികളെ സംബന്ധിച്ചായിരുന്നു. മദീനക്കാർ അവരാണ് സഹായികൾ, അവരുടെ നാടാണ്, അവരാണ് എല്ലാ അഭയവും നൽകിയ ആളുകൾ. റസൂലുള്ളാഹ് അവരുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോ മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നുകൊണ്ട്, ലഅല്ലക തുരീദനാ യാ റസൂലല്ലാഹ്, ഞങ്ങളെയാണോ നബിയെ അങ്ങ് ഉദ്ദേശിക്കുന്നത്? അതെ, നിങ്ങളെ തന്നെയാണ്. എന്നാൽ നിങ്ങൾ എന്തിനെ പേടിക്കണം? ആമന്നാ ബിക, ഞങ്ങൾ നിങ്ങളെ വിശ്വസിച്ച ആളാണല്ലോ. വസദ്ദഖനാക വശഹിദ്നാ അന്നമാ ജിഅത ബിഹി ഹുവൽ ഹഖ്, നിങ്ങൾ കൊണ്ടുവന്നതൊക്കെ സത്യമാണെന്ന് അംഗീകരിച്ച ആളുകളാണല്ലോ ഞങ്ങൾ. ഞങ്ങൾ അങ്ങേക്ക് സമ്പാദ്യം നൽകിയിട്ടുണ്ട്, അങ്ങേക്ക് ഞങ്ങൾ അഭയം നൽകിയിട്ടുണ്ട്, ഞങ്ങൾ അങ്ങേ അനുസരിക്കുന്നുണ്ട്. അതുകൊണ്ട് നബിയെ, അങ്ങ് മുന്നോട്ട് പോവുക. അങ്ങ് ഞങ്ങളുമായിട്ടൊരു സമുദ്രത്തിൽ ഇറങ്ങിയാൽ ഞങ്ങളും അങ്ങയുടെ പിന്നാലെ ഇറങ്ങും യാ റസൂലല്ലാഹ്. അങ്ങ് ഞങ്ങളുമായിട്ടൊരു മലയുടെ മുകളിലേക്ക് പോയാൽ ഞങ്ങളും അങ്ങയുടെ പിന്നാലെ ഉണ്ടാകും. ഞങ്ങൾ അങ്ങയുടെ മുന്നിൽ നിന്നും അങ്ങയുടെ പിന്നിൽ നിന്നും ഞങ്ങൾ ഉണ്ടാകും. ഹബീബായ മുഹമ്മദുർ റസൂലിന്റെ കണ്ണുകൾ, അവിടുത്തെ മുഖഭാവം 14-ാം രാവിലെ പൗർണമിയെ തോൽപ്പിക്കുന്ന രീതിയിൽ പ്രശോഭിതമായി. പ്രവാചകർ പറഞ്ഞു ഇത് കേട്ടപ്പോൾ, സീറൂ, നിങ്ങൾ സഞ്ചരിച്ചോളൂ, വഅബ്ശിറൂ, നിങ്ങൾക്ക് സന്തോഷം തന്നെയാ. അല്ലാഹു തആല എനിക്ക് ഏതെങ്കിലും ഒരു സംഘത്തെ, ഒന്നുകിൽ കച്ചവട സംഘത്തെ, അതല്ല എങ്കിൽ എനിക്ക് ഈ ഖുറൈശികളുടെ ഈ സംഘത്തെ അല്ലാഹു എനിക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ. സൂറത്തുൽ അംഫാലിന്റെ 7-ാമത്തെ ആയത്ത്, വഇദ് യഇദുകുമുല്ലാഹ് ഇഹ്ദത്വാഇഫതൈൻ അന്നഹാ ലക്കും, അല്ലാഹു അതിലേതെങ്കിലും ഒരു സംഘം നിങ്ങൾക്കാണ് എന്ന് പടച്ച തമ്പുരാൻ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ. അങ്ങനെ ഗഫിറാൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന്, അവിടെയായിരുന്നു അവരുണ്ടായിരുന്നത്. അവിടെ നിന്നവർ ബദറിലേക്ക് യാത്രയായി. ബദറിൽ സ്വഹാബികളും ഹബീബായ പ്രവാചകരും ഒരു സ്ഥലത്ത് തമ്പടിക്കുകയാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂബക്കറിനെ വിളിച്ചിട്ട് പറഞ്ഞു, അബൂബക്കറെ, നമുക്ക് ഈ പ്രദേശമൊക്കെ ഒന്ന് ചുറ്റിയടിച്ച് കാണാം. അങ്ങനെ അവർ രണ്ടുപേരും ഇങ്ങനെ പോയി ഒരൊട്ടകപ്പുറത്ത്. അവിടെ ഉണ്ടൊരു വൃദ്ധനായ അറബി. അയാളോട് ചോദിച്ചു, നിങ്ങൾക്ക് ഖുറൈശികളെ സംബന്ധിച്ചും മുഹമ്മദിന്റെയും അനുയായികളെയും സംബന്ധിച്ച് നിങ്ങൾക്ക് വല്ല വിവരവുമുണ്ടോ? അയാൾ ചോദിച്ചു, നിങ്ങൾ ആരാണ്? അപ്പൊ നബി പറഞ്ഞു, നിങ്ങളായി കാര്യം പറയൂ, അത് കഴിഞ്ഞാൽ ഞങ്ങൾ പറയാം. ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട ഓരോ കാര്യങ്ങളാണ്. സമയം വളരെ കുറവാണ്, അതുകൊണ്ടാണ് ഞാൻ വളരെ ചുരുക്കി പറയുന്നത്. അപ്പോൾ അയാൾ പറഞ്ഞു, അവർ ഇന്ന ദിവസം അവിടുന്ന് പുറപ്പെട്ടു, ഇപ്പൊ അവരിവിടെ ആയിരിക്കും. അവരടുത്ത
ദിവസം മുഹമ്മദ് അനുയായികൾ പുറപ്പെട്ടു, അവരിന്നയിടത്തായിരിക്കും. ഇയാൾ പറഞ്ഞത് വളരെ ശരിയായിരുന്നു. പ്രവാചകർ പറഞ്ഞു, നഹ്നു മിൻ മാ, ഞങ്ങൾ മായിൽ നിന്നുള്ളവരാണ്. അയാൾ വിചാരിച്ചു ഇറാഖിലെ മാ എന്ന സ്ഥലത്ത് നിന്നുള്ളവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ ഉദ്ദേശിച്ചതോ ഒരു യുദ്ധതന്ത്രമായിരുന്നു. അത് അള്ളാന്റെ റസൂൽ ഉദ്ദേശിച്ചത് നമ്മളൊക്കെ വെള്ളത്തിൽ നിന്ന് വന്നവരാണ് എന്നുള്ള അർത്ഥത്തിലാണ്. ഏതായാലും അള്ളാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് തുടങ്ങിയിട്ട് ദുആ തന്നെ ദുആ തന്നെ ദുആ തന്നെ. അതിനിടയിലാണ് ഈ കച്ചവട സംഘം രക്ഷപ്പെട്ട വിവരം ഖുറൈശികൾ അറിയുന്നത്. ജുഹ്ഫ എന്ന സ്ഥലത്തായിരുന്നു അവരുണ്ടായിരുന്നത്. എല്ലാവരും പലരും പറഞ്ഞു നമുക്ക് പോയാലോ, തിരിച്ചു പോയാലോ. അബൂജഹൽ പറഞ്ഞു, എങ്ങനെ നമ്മൾ തിരിച്ചു പോകും? നമ്മൾ അവര് ബദറിലല്ലേ ഉള്ളത്, നമ്മൾ അവിടെ പോകും. മുഹമ്മദിനെയും കൂട്ടരെയും ഉറപ്പായിട്ടും നമ്മൾ തടയുക തന്നെ ചെയ്യും, നമ്മൾ അവനെ ഇല്ലാതെയാക്കുക തന്നെ ചെയ്യും. ഒരു പണിയുമില്ലല്ലോ, ഒരു ബുദ്ധിമുട്ടുമില്ലല്ലോ. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബികളും ബദറിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, ബദറിൽ കാത്തിരിക്കുകയാണ്. ആ സമയത്ത് മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ഒരു അരീഷ്, ഒരു കൂടാരം പ്രവാചകർക്കുണ്ടാക്കി കൊടുത്തു. ആ സ്ഥലത്താണിന്ന് മസ്ജിദു അരീഷ്, അരീഷ് എന്ന കൂടാരം എന്ന പേരിലുള്ള ഒരു പള്ളിയുള്ളത്. മുഅ്മിനീങ്ങളിൽ പലരും അവിടെ പോയിട്ടുണ്ടാകും. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഹബീബായ പ്രവാചകനോടവർ പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഈ കൂടാരത്തിന് പുറത്തിതാ ഞങ്ങളൊരു കുതിരയെ തയ്യാറാക്കി നിർത്തുന്നുണ്ട്, നിങ്ങൾ യുദ്ധം ചെയ്യാൻ വരല്ല നബിയേ, ഞങ്ങൾ പോരാടാം. ഞങ്ങൾ പോരാടിയിട്ട് ആ യുദ്ധത്തിൽ ഞങ്ങൾ വിജയിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോകാം. ഞങ്ങൾ പരാജയപ്പെടുകയാണെങ്കിൽ ഈ വാഹനത്തിന്റെ പുറത്ത് കയറിയിട്ട് അങ്ങ് മദീനയിലേക്ക് പോകണേ. നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ പറയുകയാണ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ ദുആ ചെയ്യുകയാണ്, നിരന്തരമായി ദുആ ചെയ്യുകയാണ്. ഐനമാ വഅത്തനി, അല്ലാഹുവേ എനിക്ക് നീ വാഗ്ദാനം ചെയ്ത വിജയം എവിടെയാണ്? എനിക്ക് നീ വാഗ്ദാനം ചെയ്ത വിജയം തരണമേ. എന്റെ അനുയായികൾ ഒരിക്കലും അവർ പണമില്ലാത്തവരാണ്, അവർ വസ്ത്രമില്ലാത്തവരാണ്, അവർ കാലിൽ ചെരിപ്പില്ലാത്തവരാണ്, അവർ ആയുധങ്ങളില്ലാത്തവരാണ്. അവർക്ക് ചെരിപ്പ് നൽകണേ, അവർക്ക് പണം നൽകണേ, അവർക്ക് വസ്ത്രം നൽകണേ, അവർക്ക് ഭക്ഷണം നൽകണേ. ഓരോരുത്തരുടെ കാര്യത്തിലും ദുആ ചെയ്തു സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. സ്വലാത്ത് ചൊല്ലൂ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുസ്ലിങ്ങളെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉമൈർ ബിൻ വഹബ്, പിന്നീട് മുസ്ലിമായ ആളാണ്, അദ്ദേഹത്തെ ഒരു കുതിരപ്പുറത്ത് പറഞ്ഞയച്ചു. അയാൾ നബിയുടെയും അനുയായികളുടെയും അടുക്കൽ വന്നു. എന്നിട്ട് പറഞ്ഞു, ഖുറൈശികളെ, അവരുടെ എണ്ണം ഏകദേശം 300 ആളുകളാണ് അവരുള്ളത്. അവിടെ വേറെ എവിടെയെങ്കിലും വേറെ സൈന്യം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അവരുടെ മുഖം ഞാൻ കണ്ടു, അത് തീ പ്രകാശിക്കുന്നത് പോലെയാണ്. ചെറിയ വാളുകളല്ലാതെ മറ്റൊന്നും അവരുടെ കയ്യിലില്ല. പക്ഷേ ഖുറൈശികളെ, അവരുടെ മുഖം പറയുന്ന കാര്യം, അവരിൽ നിന്ന് ഒരാളെ നാം വധിച്ചാൽ തീർച്ചയായും അവരിൽ നിന്ന് നമ്മയും ഒരാളെ അവർ വധിക്കും. അതിനുറച്ചിട്ടാണ് അവർ വന്നിരിക്കുന്നത്. അതിനുശേഷം അവർക്കിടയിൽ തന്നെ പലരും അഭിപ്രായ വ്യത്യാസം. പക്ഷേ അബൂ സുഫിയാൻ, അബൂ ജഹലിന് നിർബന്ധം. ഉത്ബ പറഞ്ഞു നോക്കി, ഷൈബത്ത് പറഞ്ഞു നോക്കി, ഹക്കീം ഇബ്നു ഹിസാം പറഞ്ഞു നോക്കി, അവർക്കൊരിക്കലും യുദ്ധം ചെയ്യാൻ താല്പര്യമില്ല. പക്ഷേ ഇവന്റെ നിർബന്ധം, ഇവന്റെ പ്രസംഗങ്ങളും ഇവന്റെ പരിഹാസങ്ങളും കേട്ടപ്പോ വീണ്ടും അവർക്ക് ആവേശമായി. അങ്ങനെ എല്ലാവരും അവരും ബദറിന്റെ സമീപത്തേക്ക് വന്നു. മുസ്ലിങ്ങളും ബദറിന്റെ സമീപത്താണുള്ളത്. അങ്ങനെ അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബദറിൽ ഉണ്ടായിരുന്ന ജലാശയത്തിന്റെ സമീപത്ത്
ഒരു വലിയ ഒരു ഹൗദ് ഉണ്ടാക്കിയിരുന്നു, വലിയ ഒരു ടാങ്ക് ഉണ്ടാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ആ ടാങ്കിന്റെ ചുറ്റുഭാഗത്ത് മുസ്ലിങ്ങൾ കാവൽ നിന്നിട്ട് അവർക്ക് കുടിക്കാനും കുളിക്കാനും ഒക്കെയുള്ള വെള്ളം ആയിട്ടത് ഉപയോഗിച്ചിരുന്നു. അതിലുണ്ടായിരുന്ന തടാകത്തിൽ നിന്ന് വെള്ളം ഇങ്ങോട്ട് ഊർന്നു വന്നത് കാരണത്താൽ ഖുറൈശികൾക്ക് പെട്ടെന്ന് വെള്ളം കിട്ടാനുള്ള മാർഗമല്ല. അങ്ങനെ ഇവരിങ്ങനെ ഇരിക്കുമ്പോഴാണ്, ഏകദേശം നോക്കിയാൽ കണ്ണെത്താവുന്ന അകലത്തിലാണ് രണ്ടാളുകളുമുള്ളത്, രണ്ട് വിഭാഗവുമുള്ളത്. ആ സമയത്താണ് ഖുറൈശികളുടെ കൂട്ടത്തിൽപ്പെട്ട ഏറ്റവും വലിയ ദുസ്വഭാവിയും പ്രസിദ്ധനായ കുതിരപ്പടയാളിയുമായ അസ്വദ് ഇബ്നു അബ്ദിൽ അസദിൽ മഖ്സൂമി എന്ന വൃത്തികെട്ടവൻ ഉറക്കെ വിളിച്ചു പറയുന്നത്, ഞാൻ ഈ മുസ്ലിങ്ങളുടെ ഈ വെള്ളത്തടാകം ഞാൻ തകർക്കുക തന്നെ ചെയ്യും എന്നവൻ അലറി വരികയും അവിടേക്ക് വന്ന് അതിന്റെ ചുറ്റുഭാഗം അവൻ കിളച്ചു മറിക്കാൻ തുടങ്ങുകയും ചെയ്തു. അപ്പോഴാണ് മഹാനായ ഹംസത്ത് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു ചാടി വീഴുന്നത്. വമ്പുറ്റ ഹംസ റളിയല്ലാഹു ചാടി തമ്പിയ സിവദിൻ മാറടാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട മൂത്താപ്പയായിരുന്ന ഹംസ റളിയല്ലാഹു തആല അൻഹു ചാടി വീഴുകയും ഒരീറ്റപ്പുലിയെ പോലെ അസ്വദുമായിട്ട് പോരാടുകയും ചെയ്തപ്പോ അസ്വദിന്റെ പിരടിയിൽ തന്നെ ഹംസയുടെ വെട്ടുപതിച്ചു. അവൻ അവിടെ തന്നെ നിലം പതിച്ചു, അവൻ മരിച്ചുപോയി. ബദറിൽ മുശ്രിക്കീങ്ങളുടെ കൂട്ടത്തിൽ ആദ്യമായി കൊല്ലപ്പെട്ടവനും അതുപോലെ ഖിയാമത്ത് നാളിൽ ആദ്യമായി ഇടത്തെ കയ്യിൽ കിതാബ് നൽകപ്പെടുന്നവനും ഇവനായിരിക്കുമെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. സ്വലാത്ത് ചൊല്ലൂ മുഹമ്മദ് മുസ്തഫ. അപ്പോഴേക്ക് എല്ലാവർക്കും ഇടയിലും ചൂട് പിടിച്ചു. ഇതിന് പ്രതികാരം ചോദിക്കണം. ഉത്ബത്ത് തന്റെ സഹോദരനായ ശൈബത്തിനെ വിളിച്ചു, തന്റെ മകനായ വലീദിനെ വിളിച്ചു. വിളിച്ചിട്ട് മൂന്നാളുകളും ഉറച്ച സ്വരത്തോടെ വെല്ലുവിളിക്കുകയാണ്, മുഹമ്മദേ, ഞങ്ങളുടെ കൂട്ടത്തിലെ ഒരാളെ നീ കൊന്നുവല്ലേ? ധൈര്യമുണ്ടെങ്കിൽ ഇറങ്ങി വാടാ. ആരാണ് ഞങ്ങളോട് പോരാടാനുള്ളത്? ആ സമയത്ത് അൻസ്വാരികളായ മൂന്നാളുകൾ മുആദ്, മുഅവ്വിദ്, ഔഫ്, ഖുറൈശികൾ ചോദിച്ചു, നിങ്ങൾ ആരാണ്? നഹ്നു അൻസാറു റസൂലില്ലാഹ്, ഞങ്ങൾ പ്രവാചകന്റെ സഹായികളാണ്. നിങ്ങളുമായി ഞങ്ങൾ പോരാടാനില്ല. ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങളുടെ രക്തത്തിൽപ്പെട്ട ആളുകളെയാണ്, ഞങ്ങൾക്ക് വേണ്ടത് ഖുറൈശികളെയാണ്. മുഹമ്മദേ, ധൈര്യമുള്ളവരാരുമില്ലേ? കുറെ ആളുകൾ ഉണ്ടായിരുന്നല്ലോ എന്ന് പരിഹസിക്കുമ്പോൾ ഹബീബായ പ്രവാചകർ വിളിക്കുകയാണ്, ഉബൈദത്ത് ഇബ്നുൽ ഹാരിസേ, ഹംസ, അലി, മൂന്നാളുകളും ഇറങ്ങൂ എന്ന് പറയുമ്പോ മടിയൊന്നും കൂടാതെ ആ മൂന്നാളുകളും രംഗത്തിറങ്ങുകയാണ്. അതിൽ ഉബൈദ ഉത്ബത്തിനെ നേരിടുന്നു, ഹംസ ശൈബത്തിനെ നേരിടുന്നു, അലി വലീദിനെയും നേരിടുന്നു. പൊടിപടലങ്ങൾ പാറുന്നു. കാലങ്ങളായി അടക്കി പിടിച്ച വികാരം മണപൊട്ടി ഒഴുകുന്നു. ക്രൂരമായി പീഡിപ്പിച്ചവർക്കുള്ള മറുപടി അല്ലാഹു വാഗ്ദാനം ചെയ്ത സഹായത്തിന്റെ ഹസ്തം കിട്ടുമോ എന്നറിയാൻ സ്വഹാബത്തുൽ കിറാം കാത്തിരിക്കുമ്പോൾ അതാ ഒരു തല തെറിക്കുന്നു, മറ്റൊരു തല തെറിക്കുന്നു. നോക്കുമ്പോൾ ഒന്ന് ഹംസ റളിയല്ലാഹു അൻഹു പോരാടിയ ഉത്ബത്താണ്, മറ്റൊന്ന് ശൈബത്ത് വലീദാണ്. അതിൽ ഉബൈദക്ക് പോരാടാൻ കഴിയുന്നില്ല. ഉബൈദ ഒരൽപ്പം വൃദ്ധനാണ്. ഉബൈദയുടെ കാലിന്റെ സമീപത്താണ് വെട്ടുകൊണ്ടത്. അലിയും ബഹുമാനപ്പെട്ട ഹംസയും ചെന്നിട്ട് ഉബൈദയുടെ ശത്രുവിനെ വധിക്കുകയും ഉബൈദ റളിയല്ലാഹു അൻഹുവിനെ താങ്ങിപ്പിടിച്ച് റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് കൊണ്ടുവരികയും ചെയ്തപ്പോൾ ഉബൈദക്ക് വലിയ സങ്കടം. നബിയേ, ഞാൻ രക്തസാക്ഷിയാവോ? എനിക്കതിന്റെ കൂലി കിട്ടുമോ? ഉബൈദ, നീ രക്തസാക്ഷിയാ. അഷ്ഹദു അന്നക ഷഹീദ്. അതെ, ബദറിൽ നിന്ന് തിരിച്ചു പോകുമ്പോ സഫറ എന്ന സ്ഥലത്ത് വെച്ച് ബഹുമാനപ്പെട്ടവർ വഫാത്താവുകയും അവിടെ വെച്ച് തന്നെ ബഹുമാനപ്പെട്ടവരെ മറമാടുകയും ചെയ്തു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്,
അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. ഒന്ന് ആവേശത്തിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. തവസ്സൽനാ ബിബിസ്മില്ലാഹ് വബിൽഹാദി റസൂലില്ലാഹ് വകുല്ലി മുജാഹിദിൻ ലില്ലാഹ് വഅഹ്ലിൽ ബദ്രി യാ അല്ലാഹ് സ്വലാത്തുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സലാമുല്ലാഹ്. അല്ലാഹു ഈ മജ്ലിസിനെ സ്വീകരിക്കട്ടെ. അല്ലാഹുവേ, ഞങ്ങൾ ഈ വന്നത് നീ കബൂലാക്കണേ അല്ലാ. ഈ സദസ്സിന്റെ മേലിൽ നീ ബറക്കത്ത് ചൊരിയണേ അല്ലാ. ഈ സദസ്സിന്റെ മേലിൽ നീ ബദ്രീങ്ങളുടെ സഹായം ചൊരിയണേ അല്ലാ. ഈ സദസ്സിലുള്ള എല്ലാവരുടെയും രോഗങ്ങളെ ശിഫയാക്കണേ അല്ലാ. ആരുടെയെങ്കിലും രോഗത്തിന്റെ കാര്യങ്ങൾ, സങ്കടത്തിന്റെ കാര്യങ്ങൾ ഈ മജ്ലിസിൽ ആരുടെയെങ്കിലും കൽബിലുണ്ടോ, എല്ലാ രോഗങ്ങളും ശിഫയാക്കണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരും ഇരിക്കി, അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ഏതായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൂടാരത്തിൽ നിന്നിറങ്ങി. സ്വഹാബികൾക്കിടയിലുള്ള ആ അണിങ്ങനെ ശരിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ട് നിൽക്കൂ, ഇങ്ങോട്ട് നിൽക്കൂ. അപ്പോഴാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ഈന്തപ്പനയുടെ ഒരു വടി, ഷർട്ടിടാതിരുന്ന, അവർക്ക് കുപ്പായ ഉണ്ടായിരുന്നില്ല, മഹാനായ സവാദ് റളിയല്ലാഹു അൻഹു, മഹാനവർകളുടെ വയറ്റിൽ ചെറിയ ഒരു കുത്തുകൊള്ളുന്നത്. സവാദ് റളിയല്ലാഹു അൻഹു ആ കുത്തുകൊണ്ട ഉടനെ നബിയെ വിളിച്ചു. നബിയെ വിളിച്ചിട്ട് പറഞ്ഞു, നബിയെ, നിങ്ങൾ സത്യവാനല്ലേ, നിങ്ങൾ നീതിമാനല്ലേ? അതെ, അങ്ങനെ വേദനിപ്പിച്ചുവല്ലോ, അതിനെനിക്ക് പ്രതികാരം ചെയ്യണം യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരും സ്തംഭിച്ചുപോയി. മഹാനായ സവാദ് റളിയല്ലാഹു അൻഹുവിൻ എന്റെ മുമ്പിൽ റസൂലുള്ളാഹി ചെന്നു, സവാദ് എന്നോട് പ്രതികാരം ചെയ്തോ? നബിയോട് പറഞ്ഞു, നബി, എന്റെ കണ്ണിൽ ഇവിടെ ഒന്നുമില്ല. നബി തിരുമേനി തന്റെ വസ്ത്രം ഒന്നങ്ങോട്ട് അകറ്റിക്കൊടുത്തപ്പോൾ കുപ്പായമിടാത്ത തന്റെ ശരീരത്തെ മഹാനായ സവാദ് റളിയല്ലാഹു അൻഹു അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ശരീരവുമായിട്ടങ്ങ് ചേർത്തു. എല്ലാവരും അത്ഭുതപ്പെട്ടു. സവാദ് റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, സവാദേ, എന്താണ് നിന്നെ ഇതിനെ പ്രേരിപ്പിച്ചത്? നബിയേ, സന്ദർഭം ഇതാണല്ലോ, മരിക്കുമോ എന്നറിയില്ല. അങ്ങനെയാണെങ്കിൽ എന്റെ ശരീരത്തിന്റെ ചർമ്മത്തിന്റെ അവസാന സ്പർശനം അതങ്ങയുമായിട്ടാകാൻ ഞാൻ ഉദ്ദേശിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നാൽ ഇൻഷാ അല്ലാഹ് നിന്റെ ആ ശരീരത്തെ ഒരിക്കലും ഇനി നരകം സ്പർശിക്കുകയേ ഇല്ല. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും അതിന്റെ ഉള്ളിലേക്ക് പോയി, ആ കൂടാരത്തിന്റെ ഉള്ളിലേക്ക് പോയി. അല്ലാഹുവിലേക്ക് ഇങ്ങനെ കൈ ഉയർത്തി 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 റസൂലുള്ളാഹിന്റെ മുഖവും അവിടുത്തെ ചുമലുകളുമെല്ലാം ഉയർന്നു പോയപ്പോ അവിടുത്തെ തലയിലുണ്ടായിരുന്ന തട്ടം ഇങ്ങ് താഴേക്ക് വീണു. അബൂബക്കർ റളിയല്ലാഹു അൻഹു നബിയുടെ പിന്നിൽ നിന്ന് ആ തട്ടം തലയിലേക്ക് വെച്ചു കൊടുത്തിട്ട് പറഞ്ഞു, മതി നബിയേ, കഫാക്, ഇത് മതി. അല്ലാഹുവുമായുള്ള അങ്ങയുടെ ചോദ്യം, അങ്ങയുടെ തേട്ടം മതിയായി യാ റസൂലല്ലാഹ്. അങ്ങ് എന്താണോ അല്ലാഹുവിനോട് തേടുന്നത്, ആ തേട്ടം അല്ലാഹു ഉറപ്പായും നൽകുക തന്നെ ചെയ്യും. സൂറത്തുൽ അംഫാലിന്റെ 9-ാമത്തെ ആയത്ത്, ഇദ് തസ്തഗീസൂന റബ്ബകും ഫസ്തജാബ ലക്കും അന്നീ മുമിദ്ദുകും ബിഅൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ.
നിങ്ങൾ അള്ളാഹുവിനോട് സഹായം അഭ്യർത്ഥിച്ച സന്ദർഭം, അള്ളാഹു നിങ്ങൾക്ക് 1000 മലക്കുകളെ കൊണ്ട് സഹായം നൽകിയവനാണല്ലോ. അള്ളാഹു തആല നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയവനാണല്ലോ. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ബദറിൽ 500 മലായിക്കത്തുകളുടെ കൂടെ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാമും 500 മലായിക്കത്തിനോടുകൂടെ മഹാനായ മീകായിൽ അലൈഹിസ്സലാമും ഉണ്ടായി. കുറച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും 3000 മലക്കുകൾ, കുറച്ചു കഴിഞ്ഞപ്പോൾ അത് 5000 ആക്കി. إذ تقول للمؤمنين ألن يكفيكم أن يمدكم ربكم ب3000 من الملائكة منزلين. ആലു ഇമ്രാൻ 125. ഇതൊക്കെ തമാശ പറയാണ്, വെറും കെട്ടുകഥയൊന്നും വിചാരിക്കണ്ട. ഖുർആൻ പറയാണ് 3000 മലക്കുകൾ ഇറക്കിയിട്ട് നിങ്ങളുടെ നാഥൻ നിങ്ങളെ സഹായിച്ചത് നിങ്ങൾക്ക് മതിയായില്ലേ? ബലാ ഇൻ തസ്ബിറൂ വതത്തഖൂ വയതൂകും മിൻ ഫൗരിഹിം ഹാദാ യുംദിദുകും റബ്ബുകും ബി5000 മിനൽ മലായികതി മുസവ്വിമീൻ. പ്രത്യേക അടയാളം വെക്കപ്പെട്ടിരിക്കുന്ന 5000 മലക്കുകളെ കൊണ്ട് അള്ളാഹു നിങ്ങളെ സഹായിച്ചുവല്ലോ. ചിന്തിക്കണം നമ്മൾ. അള്ളാഹു തമ്പുരാൻ റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല ഒരുപാട് ആയത്തുകളും മറ്റുമെല്ലാം ഉണ്ട്. അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. എല്ലാവരുടെ ഖുറൈശികളുടെ ഹൃദയത്തിൽ വല്ലാത്ത ഒരു ഭയം അങ്കുരിച്ചു. ആ സമയത്താണ് സുറാഖത്ത് ബിൻ മാലിക്കിന്റെ രൂപത്തിൽ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി യുദ്ധക്കളത്തിൽ പ്രത്യക്ഷപ്പെടുന്നത്. എന്റെ വക പറയല്ല, സൂറത്തുൽ അംഫാൽ 48-ാമത്തെ ആയത്ത്. ഇദ് സയ്യന ലഹുമുശ് ശൈത്വാനു അഅമാലഹും. പിശാച് ഖുറൈശികൾക്ക് അവരുടെ പ്രവർത്തനങ്ങൾ ഭംഗിയാക്കി കാണിച്ചു കൊടുക്കുകയാണ്. വഖാല ലാ ഗാലിബ ലകുമുൽ യൗമ മിനന്നാസ്. ഇന്ന് നിങ്ങളെ അതിജയിക്കാൻ ഒരാളുമില്ല. വ ഇന്നി ജാറുൽ ലക്കും. ഞാൻ നിങ്ങളുടെ അയൽവാസിയാണ്. അങ്ങനെ പിശാചിവരുടെ കൂട്ടത്തിൽ ഇങ്ങനെ യുദ്ധം ചെയ്യുമ്പോ മലായികത്തിനെ കണ്ടു. അവൻ അലറി വിളിച്ചുപോയി. ഫലമ്മാ തറാഅത്തിൽ ഫിഅതൈൻ നകസ അലാ അഖിബൈ വഖാല ഇന്നി ബരീഉം മിൻകും. ഇവൻ ഓടുകയാണ്, പിന്തിരിഞ്ഞോടുകയാണ്. ആളുകൾ ചോദിച്ചു, എവിടേക്കാ പോകുന്നത്? സുറാഖത്തെ എവിടേക്കാ പോകുന്നത്? സുറാഖ പിശാചിന്റെ കോലത്തിൽ വന്നയാളാണല്ലോ. അവൻ പറയുകയാണ്, ഇന്നി അറാ മാ ലാ തറൗൻ. നിങ്ങൾക്ക് കാണാൻ കഴിയാത്തത് ഞാൻ കാണുന്നുണ്ട്. ഞാൻ മാലാഖമാരെ കാണുന്നുണ്ട്, ഞാൻ മലക്കുകളെ കാണുന്നുണ്ട്. ചിന്തിച്ചു നോക്കൂ. അപ്പോ അബൂജഹൽ ഉറക്കെ വിളിച്ചു പറഞ്ഞു, സുറാഖത്തിനെ വിഷയാക്കണ്ട, സുറാഖത്ത് മുഹമ്മദിന്റെ ആളാണ്, അവനെ നിങ്ങൾ വിട്ടേക്കൂ. ഖുറൈശികളിൽ നിന്ന് പിന്നീട് യുദ്ധം കഴിഞ്ഞിട്ട് മക്കയിൽ ചെന്ന് സുറാഖത്തിനെ കണ്ടപ്പോ സുറാഖത്തിനോട് ചോദിച്ചപ്പോ സുറാഖത്ത് ആ വിവരം തന്നെ അറിഞ്ഞിട്ടില്ല. നമ്മൾ സാധാരണ നമ്മൾ പറയും ബദറിൽ ഇബ്ലീസ് ഇറങ്ങിയ മാതിരി. ഇവിടെ പറയാറുണ്ടോന്ന് എനിക്കറിയില്ല. ചില ആളുകൾ ഉണ്ടാവും, എന്തെങ്കിലും വിഷയം അല്ലെങ്കിൽ ഒരു കല്യാണക്കാരിയോ എന്തെങ്കിലും വിഷയമാകുമ്പോൾ അവിടെ ഇബ്ലീസിന്റെ പോലെ കാര്യത്തിനൊന്നും മൂപ്പരുണ്ടാവില്ല, ബഹളത്തിനും പ്രശ്നത്തിനും. അതുപോലെ ആളുകളെ, ഞങ്ങളുടെ നാട്ടിലെ ഭാഷയിൽ പറഞ്ഞാൽ ആളുകളെ മൂട്ടുക, പ്രോത്സാഹിപ്പിക്കുക എന്ന് പറയലോ, പിരികയറ്റാൻ വേണ്ടിയിട്ടൊക്കെ ഉണ്ടാവും. പിന്നെ തിരിട്ട് തെരഞ്ഞാൽ മൂപ്പരെ കാണില്ല. അതാണ് ബദറിൽ ഇബ്ലീസ് ഇറങ്ങിയ പോലെ എന്ന് പറയുന്നത്. ഇത് കേവലം കെട്ടുകഥയല്ല, ഇത് ഖുർആനിന്റെ വർത്തമാനമാണ്. പിശാച് അവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഹബീബായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടാരത്തിൽ നിന്നിറങ്ങി. എന്നിട്ട് പറഞ്ഞു, സ്വഹാബാ, നിങ്ങൾ മുന്നോട്ട് നീങ്ങുക. അല്ലാഹുവാണ് ക്ഷമയോടെയും ആത്മാർത്ഥതയോടെയും പിന്തിരിയാ
അറിയാതെ മുന്നോട്ട് നീങ്ങി യുദ്ധം ചെയ്യുന്നവനാരോ അല്ലാഹു തമ്പുരാൻ അവരെ സ്വർഗത്തിൽ കടത്തുന്നതാണ്. സ്വഹാബികൾക്ക് ആവേശമായി, യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ലഖീതും ഫിഅതൻ, ഓ സത്യവിശ്വാസികളെ, നിങ്ങൾ ശത്രുക്കളിൽ നിന്നൊരു സംഘത്തെ കണ്ടുമുട്ടിയാൽ ഫസ്ബുതൂ, നിങ്ങൾ ഉറച്ചു നിൽക്കണേ, വദ്കുറുല്ലാഹ കസീറാ, നിങ്ങൾ അല്ലാഹുവിനെ ഓർക്കണേ. മുഅ്മിനീങ്ങളെ വീണ്ടും പറഞ്ഞു, നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ വധിക്കപ്പെട്ടാൽ, അതല്ലെങ്കിൽ നിങ്ങൾ അങ്ങ് മരിച്ചുപോയാൽ, ഇതിനിടയിൽ മരിച്ചുപോയാൽ, അല്ലാഹുവിൽ നിന്നുള്ള പാപമോചനവും അവന്റെ കരുണയും നിശ്ചയമായും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇങ്ങനെ പോരാട്ടത്തിന്റെ വചനങ്ങൾ. സ്വഹാബികൾ യുദ്ധം തുടങ്ങി, ശത്രുക്കളുമായി സംഘട്ടനത്തിൽ ഏർപ്പെട്ടു. പെട്ടെന്നാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം ഒരു പിടി മണ്ണ് വാരി ഖുറൈശികളുടെ മുഖത്തേക്ക് അങ്ങാഞ്ഞെറിയുന്നത്. അവരുടെ കണ്ണുകളിൽ പോയി അത് പതിച്ചു. അല്ലാഹു പറഞ്ഞല്ലോ, വമാ റമൈത ഇദ് റമൈത വലാകിന്നല്ലാഹ റമാ. എന്റെ മുഅ്മിനേ, അവര് വിശക്കുന്നവരായിരുന്നു, അവർ കാലിൽ ചെരുപ്പില്ലാത്തവരായിരുന്നു. ആ ബദറിൽ അവര് കാണുന്നതാരെയാ? സ്വന്തം പിതാക്കന്മാരെ. അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്വന്തം മകനായ അബ്ദുറഹ്മാനെ കാണുകയാണ്. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു സ്വന്തം ബന്ധുവായ ഹിഷാമിനെ കാണുകയാണ്. സ്വന്തം മൂത്താപ്പയായ അബ്ബാസിനെ കാണുകയാണ്. അബൂ ഉബൈദയുടെ കഥ നിങ്ങൾക്കറിയാമല്ലോ. ജറാഹ് എന്ന് പറയുന്ന തന്റെ പിതാവ് മുഹമ്മദുർ റസൂലിനെ പരിഹസിച്ചപ്പോ ബദറിന്റെ പോർക്കളത്തിൽ വെച്ച് സ്വന്തം പിതാവിന്റെ തല വെട്ടിയെടുത്ത് അതൊരു കുന്തത്തിൽ നാട്ടിയിട്ടാണ് നബിയുടെ അടുക്കൽ കൊണ്ടുവരുന്നത്. അള്ളാഹുവിന്റെ റസൂല് സലാം അടക്കാൻ തയ്യാറാകാതിരുന്നപ്പോ, കാരണം സ്വന്തം ഉപ്പയുടെ തലയാണല്ലോ, അതിന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ, ഒരൽപ്പം മനുഷ്യത്വമൊക്കെ വേണ്ടേ എന്നുള്ള ചിന്തയിലായിരിക്കണം അള്ളാഹുവിന്റെ റസൂലിനോട് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, നബിയേ, അള്ളാഹുവിനോടും റസൂലിനോടും സ്നേഹം വെക്കുന്ന ആളുകളുണ്ടല്ലോ, ലാ തജിദു ഖൗമൻ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിരി യുവാദ്ദൂന മൻ ഹദ്ദല്ലാഹ വറസൂലഹു വലൗ കാനൂ ആബാഅഹും ഔ അബ്നാഅഹും ഔ ഇഖ്വാനഹും ഔ അസ്വാജഹും ഔ അശീറതഹും. സ്വന്തം ഉപ്പയായാലും സ്വന്തം മക്കളായാലും സ്വന്തം ഭാര്യയായാലും സ്വന്തം കുടുംബാംഗങ്ങളായാലും അല്ലാഹുവിനോടും അവന്റെ റസൂലിനോടും എതിർക്കുന്ന ആളുകളോട് സ്നേഹം വെക്കുന്നവരായി മുഅ്മിനീങ്ങളെ കാണില്ല നബിയേ. അബൂ ഉബൈദ ആരാന്നറിയോ? സമാനരായ പോരാളികൾ ആരാന്നറിയോ? ഉലൈക ഹിസ്ബുല്ലാഹ്, അവരല്ലാഹുവിന്റെ പാർട്ടിയാണ്. അലാ ഇന്ന ഹിസ്ബല്ലാഹി ഹുമുൽ മുഫ്ലിഹൂൻ, അല്ലാഹുവിന്റെ കക്ഷികൾ എന്ന് പറഞ്ഞാൽ അവർ തന്നെയാണ് വിജയിക്കുന്ന ആളുകൾ. യുദ്ധത്തിനിടയില് തങ്ങളെ പീഡിപ്പിച്ച ആളുകളെ പ്രത്യേകമായിട്ട് ഇങ്ങനെ നോക്കുകയാണ്. അതിൽ നോക്കിയ ഒരാളുണ്ടായിരുന്നു, സയ്യിദുനാ ബിലാൽ. ഉറക്കെ പറയൂ, റളിയല്ലാഹു അൻഹു. ബിലാൽ നോക്കുന്നത് ആരെയാണ്? ഉമയ്യത്തിനെയാണ്. ഉമയ്യത്തിനെ. മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു ബിലാലിനെ അന്വേഷിച്ചുകൊണ്ട് നടക്കുകയാണ്. മഹാനായ അലി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ നിന്നൊരു വെട്ടുകൊണ്ട് ഉമയ്യത്തിന് മുറിവേറ്റു. ബിലാൽ റളിയല്ലാഹു അൻഹു ഓടിച്ചെന്നു. ഉമയ്യത്തിനെ തലങ്ങും വിലങ്ങും വെട്ടി ഉമയ്യത്തിനെ അങ്ങ് കൊന്നു കളഞ്ഞപ്പോഴാണ് ബിലാൽ റളിയല്ലാഹു അൻഹുവിന് വലിയ സമാധാനമായത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ ചോദിച്ചു, നബിയെ. നബി ചോദിക്കുകയാണ്, നൗഫൽ ഇബ്നു ഖുവൈലിന്റെ കാര്യം എന്തായി? നൗഫൽ ഇബ്നു ഖുവൈലിദ് എന്നെ വല്ലാതെ പരിഹസിച്ച ആളാണല്ലോ, തകർക്കാൻ നോക്കിയ ആളാണല്ലോ. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, ഞാൻ അവനെ കൊന്നിട്ടുണ്ട്.
അൽഹംദുലില്ലാ, എന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയ അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ ബദർ യുദ്ധം നടക്കുമ്പോ എന്റെ വലതുഭാഗത്തും ഇടതുഭാഗത്തും ഇതാ രണ്ട് കുട്ടികൾ, ചെറിയ കുട്ടികളാണ്. എന്നോട് ചോദിച്ചു, അല്ല എവിടെയാണ് ഈ അബൂജഹൽ? ഞങ്ങൾക്കറിയില്ല അബൂജഹലിനെ, ഇവര് മദീനക്കാരാണല്ലോ. അബൂജഹലിനെ ഒന്ന് കാണിച്ചു തരുമോ? കാണിച്ചു തരാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു എന്തിനാണ് അബൂജഹൽ? അവൻ നബിയെ കുറെ ചീത്ത പറഞ്ഞിട്ടുണ്ട്, അവനെ ഞങ്ങൾ കണ്ടാൽ നിശ്ചയമായും അവനെ ഞങ്ങൾ വധിക്കുക തന്നെ ചെയ്യും. അപ്പൊ ഞാൻ അങ്ങനെ കാണിച്ചു കൊടുത്തു. അബൂജഹലിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു, അവൻ ആരുടെ ഇടയിലും തലയൊക്കെ ഉയർത്തി നിൽക്കുന്ന ഒരാളായിരുന്നു, നല്ല യുവാവായിരുന്നു. അതുകൊണ്ട് റസൂലുള്ളാഹി ദുആ ചെയ്തിട്ട് വരെയുണ്ട്, പടച്ചോനെ ഒന്നുകിൽ അബൂജഹലിനെ കൊണ്ട്, അതല്ല എങ്കിൽ ഉമറുൽ ഫാറൂഖിനെ കൊണ്ട് നീ ഇസ്ലാമിനെ ശക്തിപ്പെടുത്തണേ. അല്ലാഹുവിന്റെ റസൂലിന്റെ ദുആ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെ വിശ്വാസിയായതോടെയാണ് അല്ലാഹു തആല വിശ്വാസിയാക്കിക്കൊണ്ടാണ് അല്ലാഹു സ്വീകരിച്ചത്. അങ്ങനെ ഇവർ രണ്ടുപേരും ഓടിപ്പോയി അബൂജഹലിനെ വെട്ടി വീഴ്ത്തിയപ്പോഴാണ് മഹാനായ സയ്യിദുനാ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വരുന്നത്. അതാണല്ലോ പാട്ടിലൊക്കെ കേൾക്കാറില്ലേ, വീണ് കീടക്കുന്നു ബദറിന്റെ രണഭുവിൽ അതിവമ്പൻ അബൂജഹൽ. പാട്ടുകളൊക്കെ ഒരുപാടുണ്ട്, പാടാൻ സമയമില്ല. അബൂജഹലിന്റെ തല അറുക്കാൻ പോവാണ്. അപ്പൊ ആ സമയത്ത് അബൂജഹൽ ഉറക്കെ ചോദിച്ചു, അബ്ദുള്ള, എന്നെ നീ കൊല്ലാൻ പോവാണോ? അതെ, ബദറിന്റെ പരാജയം, കൊല്ലുമ്പോ ഒരു കാര്യം ചെയ്യണം, എന്റെ കഴുത്തിന്റെ വിടുന്ന് മുറിക്കണട്ടോ, എന്റെ കഴുത്ത് കണ്ടിട്ട് മുഹമ്മദ് ഒന്ന് ഞെട്ടട്ടെ. 2, എന്നെ നീ വധിക്കുമ്പോൾ മുഹമ്മദിനോട് നീ പറയണം, എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ദേഷ്യമുണ്ടായിരുന്നത് നിന്റെ പ്രവാചകനായ മുഹമ്മദിനോടാ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തിരുമേനിയുടെ അടുക്കലേക്ക് അബൂജഹലിന്റെ തലയും വലിച്ചിട്ട് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചൊല്ലുമ്പോ സ്വഹാബികൾ തക്ബീർ മുഴക്കി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തക്ബീർ മുഴക്കി. റസൂലുള്ളാഹിനോട് ഈ കാര്യം പറഞ്ഞപ്പോൾ റസൂലുള്ള പറഞ്ഞ ഒരു ആത്മകഥ ഉണ്ട്, ഫിർഔനി അശദ്ദു മിൻ ഫിർഔനി മൂസ. പടച്ചോനെ, മൂസാ നബിയുടെ ഫിർഔനേക്കാൾ വലിയ ഫിർഔനെയാണല്ലോ അല്ലാഹ് എനിക്ക് നീ നൽകിയത്. ഹബീബ് മുഹമ്മദ് മുസ്തഫ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. ബദർ യുദ്ധത്തിനിടയിൽ ഉണ്ടായ ചില അത്ഭുത സംഭവങ്ങൾ. ഉക്കാശത്ത് ബിൻ മിഹ്സൻ എന്നൊരു സഹാബി ഉണ്ടായിരുന്നു. യുദ്ധത്തിനിടയിൽ നബിയുടെ അടുക്കൽ ഓടി വന്ന് പറഞ്ഞു, നബിയെ, എന്റെ വാള് പൊട്ടി, എനിക്ക് വാളില്ല. നബി തിരുമേനി തൊട്ടടുക്കലുണ്ടായിരുന്ന ഒരു ഈന്തപ്പനയുടെ കൊതുമ്പെടുത്ത് നബിക്ക് കൊടുത്തു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉക്കാശക്ക് കൊടുത്തു. ഉക്കാശയുടെ കയ്യിൽ കിട്ടിയപ്പോൾ അതുണ്ട് മിന്നിത്തിളങ്ങുന്ന ഒരു വാളായി മാറിയിരിക്കുന്നു. ആ വാളിന്റെ ചരിത്രം, ആ വാളിന് അവർ പിന്നെ പേര് വിട്ടിരുന്നത് ഔന് എന്നാണ്, ഒരിക്കലും തുരുമ്പ് പിടിക്കാത്ത വാള്. പിൽക്കാലത്ത് കാലങ്ങളോളം ഉക്കാശയുടെ കുടുംബം അത് സൂക്ഷിച്ചു എന്നാണ്. അത് സൂക്ഷിച്ച് ഇനിയിപ്പോ ഏതായാലും മ്യൂസിയത്തിലുണ്ടോ, ഇനി ആ മ്യൂസിയത്തിൽ നിന്ന് കേരളത്തിലേക്ക് ആരെങ്കിലും ആ വാള് കൊണ്ടുവരുമോ, എന്നിട്ട് അത് മുതലെടുക്കുന്നതൊന്നും അറിയില്ല. അള്ളാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ ഹബീബിന്റെ അടുക്കലേക്ക് ഒരു സ്വഹാബി വന്നുകൊണ്ട് പറഞ്ഞു, മഹാനായ റിഫാഅത്ത് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, നബിയേ, എന്റെ കണ്ണിൽ ഇതാ ഒരു അമ്പ് തറച്ചിരിക്കുന്നു, എന്റെ കണ്ണിതാ അമ്പ് തറച്ചിട്ടിതാ കണ്ണ് തൂങ്ങിയിരിക്കുന്നു. ഹബീബായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ അമ്പ് തറച്ച ഈ കണ്ണ് തന്റെ കയ്യിൽ തുപ്പിയിട്ട് ഇങ്ങനെ ചേർത്ത് കൊടുത്തപ്പോ ആ കണ്ണ് സുഖായിന്നായി. മഹാനായ ശംസുൽ ഉലമയുടെ ഒരു പഴയ പ്രസംഗത്തിൽ ഈ സംഭവം ഉദ്ധരിച്ച് ബഹുമാനപ്പെട്ടവർ പറയുന്നത് കേട്ടിട്ടുണ്ട്. മുസൈലിമത്തുൽ കദ്ദാബിന്റെ അടുക്കലേക്ക് യമാമ യുദ്ധത്തിൽ ഒരാള് കണ്ണിൽ അമ്പ് തറച്ചിട്ട് വന്നത്രേ. അപ്പോ
അദ്ദേഹം അവതരിപ്പിക്കുന്നത് വളരെ രസമാണ്, പഴയ ഒരു പ്രസംഗത്തിൽ കേട്ടതാണ്. അപ്പൊ അദ്ദേഹം ഈ മുസൈലിമയോട് പറഞ്ഞു, എൻ്റെ കണ്ണിതാ പോയിരിക്കുന്നു. മുഹമ്മദ് അങ്ങനെ കണ്ണുമായിട്ടൊക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ മുഹമ്മദ് നബി പെട്ടെന്ന് സുഖാക്കിയിരുന്നല്ലോ. മുസൈലിമ രണ്ടും കൽപ്പിച്ചിട്ട് അതൊന്നും തടവിയതും മറ്റേ കണ്ണും കൂടെ ഇങ്ങ് താഴേക്ക് ഊന്നു വന്നു എന്നാ. എന്നിട്ട് ഉസ്താദ് പറയാണ്, ശംസുൽ ഉലമയുടെ ആ പ്രസംഗത്തിലുള്ളതാണ്. അദ്ദേഹം പറയാണ്, ഇത് കണ്ടപ്പോൾ ആളുകൾക്ക് വിശ്വാസം ഇരട്ടിയായി. കാരണം ഇയാൾക്ക് വല്ല അത്ഭുതം ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു കണ്ണ് തടവിയാൽ മറ്റേ കണ്ണിന്റെ കാഴ്ച പോവില്ലല്ലോ. അതുകൊണ്ട് മുസൈലിമ പ്രവാചകനാണെന്ന് അവർ ഉറപ്പിച്ചു. വിഡ്ഢികൾ ഇങ്ങനെയായിരിക്കും കാര്യങ്ങൾ കാണുക എന്നുള്ളതിന് ഉദാഹരണം പറയണം അദ്ദേഹം. അള്ളാഹു മഹാനവറുകൾക്ക് പുറത്തു കൊടുക്കുമാറാവട്ടെ. മഹാനവറുകൾക്ക് അള്ളാഹു തആല മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. മുഅ്മിനീങ്ങളെ, ഒരുപാട് സംഭവങ്ങൾ നമ്മൾ ഒഴിവാക്കി. നമ്മൾ ആ ബദറിന്റെ ഏകദേശം ഒരു രംഗവും അതുപോലെ എല്ലാ കാര്യങ്ങളുമാണ് പറഞ്ഞത്. ബദറിലല്ല 70ഓളം ആളുകൾ, ബദറിലെ 70 ആളുകൾ. ഒന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. എവിടെ പോയി അവരുടെ ദാർഢ്യം? എവിടെ പോയി അവരുടെ അഹങ്കാരം? സത്യത്തിന് അസത്യത്തിന് ദീർഘായുസില്ല. ഇരുട്ടിനെക്കാലത്തും നിലനിൽക്കാൻ കഴിയില്ല. ഇവിടെ വെളിച്ചം വന്നു കഴിഞ്ഞു. മുഹാജിറുകളിൽ നിന്ന് 6 ആളുകളും അൻസ്വാരികളിൽ നിന്ന് 8 ആളുകളും ഷഹീദായി. അൻസ്വാരികളിൽ നിന്ന് ഖസ്റജ് ഗോത്രത്തിലെ 6 ആളുകളും ഔസ് ഗോത്രത്തിലെ 2 പേരും ഷഹീദായി. ഇങ്ങനെ 14 ആളുകളാണ് ഷഹീദായത്. അൻസ്വാരികളിൽ നിന്ന് ആദ്യം ഷഹീദായത് മഹാനായ ഹാരിസത്ത് റളിയല്ലാഹു അൻഹു ആയിരുന്നു. മഹാനായ ഹാരിസ് റളിയല്ലാഹു അൻഹുവിനെ അമ്പെയ്തിട്ടായിരുന്നു അവർ കൊന്നത് എന്നൊക്കെ ചരിത്രത്തിൽ കാണാൻ കഴിയും. നമ്മളൊന്ന് തർളിയത്ത് ചൊല്ലാൻ വേണ്ടി ആ ശുഹദാക്കളുടെ പേര്, 14 ആളുകളുടെ പേര്: ഉബൈദത്ത് ഇബ്നുൽ ഹാരിസ് റളിയല്ലാഹു അൻഹു, മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടിമയായ മിഹ്ജഅ റളിയല്ലാഹു അൻഹു, ഉമൈർ ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു, ആഖിൽ ഇബ്നു ബുക്കൈർ റളിയല്ലാഹു അൻഹു, സഫ്വാൻ ഇബ്നു ബൈളാ റളിയല്ലാഹു അൻഹു, ഹാരിസ് റളിയല്ലാഹു അൻഹു. എല്ലാവരും പറയണം. ഔഫ് ഇബ്നു അഫ്റാ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ സഹോദരനായ മുഅവ്വിദ് ഇബ്നു അഫ്റാ റളിയല്ലാഹു അൻഹു, ഹാരിസ് ഇബ്നു സുറാഖ് റളിയല്ലാഹു അൻഹു, യസീദ് ഇബ്നുൽ ഹാരിസ് റളിയല്ലാഹു അൻഹു, റാഫി' ഇബ്നു മുഅല്ല, ഉമൈർ ഇബ്നുൽ ഹുമാം, സഅദ് ഇബ്നു ഖൈസമ, മുബശ്ശിർ ഇബ്നു അബ്ദുൽ മുൻദിർ റളിയല്ലാഹു അൻ ആഹ്ലിൽ ബാദിരി റളിയല്ലാഹു അൻ ശുഹദാ. 70 ആളുകളെ ബന്ദികളായി പിടിച്ചു. കൊല്ലപ്പെട്ട ആളുകളുടെ മൃതശരീരങ്ങൾ തോറ്റോടിയ ഖുറൈശികൾ നോക്കിയില്ല. മുസ്ലിങ്ങൾ അതെല്ലാം കൂടെ അതിൽപ്പെട്ട ചില ആളുകളെ ചിലയിടത്ത് 14 പ്രമുഖരായ ആളുകളെ ബദറിലുണ്ടായിരുന്ന ഒരു പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചിട്ടിട്ട് മറമാടി. ഓരോരുത്തരെ ഇങ്ങനെ വലിച്ചിട്ട് കൊണ്ടുവരികയാണ്. അബൂ ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന്റെ പിതാവായ ഉത്ബത്തിനെ കിണറ്റിലേക്ക് വലിച്ചിട്ടപ്പോൾ ഉത്ബയുടെ മുഖം അബൂ ഹുദൈഫയുടെ മുഖം വല്ലാതെ വിവർണമായി പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, അബൂ ഹുദൈഫ, ലഅല്ലക ദഖലക മിൻ ശഅനി അബീക ശൈഅ, നിങ്ങളുടെ വാപ്പയെ സംബന്ധിച്ച് എന്തോ ഒരു വിചാരം നിങ്ങളുടെ ഹൃദയത്തിൽ വന്നിട്ടുണ്ടല്ലേ? ഫഖാല, അദ്ദേഹം പറഞ്ഞു, ഇല്ല നബിയേ, പക്ഷേ എന്റെ വാപ്പ നല്ല ഒരു മനുഷ്യനായിരുന്നു. എന്റെ വാപ്പ വലിയ ബുദ്ധിമാനിയായിരുന്നു. എന്റെ വാപ്പ അഭിപ്രായം പറയാൻ കഴിയുന്ന ആളായിരുന്നു. ഫകുന്തു അർജു അൻ യഹ്ദിയഹുല്ലാഹു ലിൽ ഇസ്ലാം, എന്റെ വാപ്പ മുസ്ലിം ആവുമോ എന്ന് ഞാൻ പ്രതീക്ഷിച്ചതാണ്. ഇതില്ലാതെ ഈ ഒരവസ്ഥയിൽ എന്റെ വാപ്പ മരിച്ചല്ലോ, അത് കാരണത്താലാണ് ഞാൻ ദുഃഖിക്കുന്നത് എന്ന് അബൂ ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയാൻ. വിജയത്തിന് ശേഷം, ബദർ വിജയത്തിന് ശേഷം 3 ദിവസം റസൂലും അനുയായികളും അവിടെ താമസിച്ചു. 3ാമത്തെ ദിവസം ഹബീബ് മുഹമ്മദ് മുസ്തഫ, ഉറക്കെ ഒന്ന് സ്വലാത്ത് ചൊല്ലൂ, നമ്മൾ അവസാനിപ്പിക്കാൻ പോവല്ലേ. നബിയുനാ മുഹമ്മദ് മുസ്തഫ, ബദറിന്റെ ആവേശമായി തളരാത്ത പോരാട്ട വീര്യം അവർക്ക് നൽകിയത് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. ഇന്നും ബദറിന്റെ ഓർമ്മയിൽ നമ്മുടെ ഹൃദയത്തിൽ
കേരളത്തിൽ നിലനിൽക്കുന്നത് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. അബൂബക്കറിൻ ഉമറു ഉസ്മാനു സുമ്മ ഹൈദറു നസ്ലുൽ ലിഔഫിൻ നാമിറു വ ത്വൽഹതു ഇബ്നു ഉബൈദില്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. റസൂലുള്ള ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞില്ല. ഈ ബദരീങ്ങളുടെ കൂടെ നിൽക്കാൻ നമുക്ക് കഴിഞ്ഞില്ല. ഈ ത്യാഗങ്ങളുടെ കൂടെ പോകാൻ നമുക്ക് കഴിഞ്ഞില്ല. പക്ഷേ അൽഹംദുലില്ലാഹ് ഇവരൊക്കെ ചെയ്ത ത്യാഗങ്ങളെ ഓർക്കാൻ, ഇവരുടെ പേര് പറയാൻ അല്ലാഹുവേ സൗഭാഗ്യം നൽകിയല്ലോ. അൽഹംദുലില്ലാഹ്. പടച്ചവനെ നീ സ്വീകരിക്കണേ തമ്പുരാനെ. നബി സ്വഹാബികളെ വിളിച്ചു, സ്വഹാബികളെ വരൂ. മൂന്നാമത്തെ ദിവസമാണ്, റമളാൻ 18 20 പരിശുദ്ധ റസൂലും സ്വഹാബികളും അവരെ കിടത്തിയിരിക്കുന്ന, അവരെ മറമാടിയിരിക്കുന്ന ആ കിണറിന്റെ സമീപത്തേക്ക് ചെന്നു. എന്നിട്ട് അവരെ വിളിച്ചു, ഓരോരുത്തരെയും വിളിച്ചു. ഉബൈദത്തെ, ശൈബത്തെ, അബൂജഹലെ, ഫഹൽ വജത്തും മാ വഅദ റബ്ബുകും ഹഖ്ഖാ. നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തത് നിങ്ങൾക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ലേ? എനിക്കെന്റെ റബ്ബ് പറഞ്ഞത് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിയേ ഇവരോടാണോ നിങ്ങൾ സംസാരിക്കുന്നത്? അവര് കേൾക്കുമോ യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? അവിടുന്ന് മറുപടി പറഞ്ഞു, മാ അൻതും ബി അസ്മഅ ലിമാ അഖൂലു മിൻഹും. ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നതിനേക്കാൾ നന്നായി കേൾക്കുന്നവരാണ് അവര് എന്ന് അഷ്റഫുൽ ഖൽഖ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് സന്തോഷ വാർത്ത അറിയിച്ചു. മദീനയിൽ നിന്ന് ഇങ്ങനെ മടങ്ങിപ്പോവാണ്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, നമുക്ക് എന്ത് വിജയം ഉണ്ടായാലും അള്ളാഹു തന്ന വിജയം. ഏത് ഘട്ടത്തിലും അല്ലാഹ് അല്ലാഹ്. അലി റളിയല്ലാഹു അൻഹു പറയാൻ, യുദ്ധത്തിന്റെ ഇടയിൽ നബിയെ കാണാൻ വേണ്ടിയിട്ട് റസൂലുള്ളാന്റെ കൂടാരത്തിലേക്ക് ഞാൻ പോയപ്പോൾ ഹബീബായ നബി തിരുമേനി അവിടെ സുജൂദിൽ കിടന്ന് ഉറക്കെ ഇങ്ങനെ വിളിക്കുന്നത് ഞാൻ കേട്ടു, യാ ഹയ്യു യാ ഖയ്യൂം യാ ഹയ്യു യാ ഖയ്യൂം. അല്ലാത്ത വിജയം നൽകിയ ഒരാളുമില്ല. നമുക്ക് കച്ചവടം നന്നായാൽ, നമ്മുടെ പരിപാടി വിജയിച്ചാൽ, നമുക്ക് സമ്പന്നത ഉണ്ടായാൽ, നല്ല വാഹനം കിട്ടിയാൽ, നമുക്ക് നല്ല പ്രശസ്തി കിട്ടിയാൽ, അല്ലാഹ്. എന്തുകൊണ്ടെന്നാൽ ബദറിൽ നിന്ന് തിരിച്ചു പോകുമ്പോ അവരിങ്ങനെ പറയാണ്, ഞാനാണ് ഇന്നയാളെ കൊന്നത്, ഞാനാണ് ഇന്നയാളെ പിടിച്ചത്. അപ്പോ അല്ലാഹ് ഓർമ്മപ്പെടുത്തി, ഫലം തഖ്തുലൂഹും, നിങ്ങളല്ല കേട്ടോ അവരെ കൊന്നത്, വലാകിന്നല്ലാഹ ഖതലഹും, അവരെ കൊന്നത് അല്ലാഹുവാണ്. വമാ റമൈത ഇദ് റമൈത വലാകിന്നല്ലാഹ റമാ, നിങ്ങൾ എറിഞ്ഞപ്പോൾ നിങ്ങളല്ല നബിയെ എറിഞ്ഞത്, അല്ലാഹുവാണ്. അള്ളാഹുവിനോട് എന്ത് ചോദിച്ചോ അത് മുഴുവൻ കിട്ടി. 150 ഒട്ടകങ്ങൾ, 10 കുതിരകൾ, ഒരുപാട് ആയുധങ്ങൾ, ഒരുപാട് ഉപകരണങ്ങൾ, ഭക്ഷണങ്ങൾ ഇഷ്ടം പോലെ, എല്ലാം കിട്ടി. ഒരുപാട് സാധന സാമഗ്രികൾ കിട്ടി. തിരിച്ചു വരുമ്പോ റസൂലുള്ള ചില ആളുകളെ പ്രത്യേകമായി നോട്ടമിട്ടു. നിങ്ങൾ എപ്പോഴും ഖുർആൻ ഓതുമ്പോ ഓർക്കുന്ന ഒരു ദുഷിച്ച ശക്തിയാണ് നളർ ഇബ്നുൽ ഹാരിസ്. ഖുർആനെ പറ്റി അവൻ പറഞ്ഞെന്താ, ഇന്നഹു അസാതീറുൽ അവ്വലീൻ. നബിയെ തകർക്കാനും ഖുർആനെ തകർക്കാനും. ബന്ദികളുടെ കൂട്ടത്തിൽ ഇവനെ ഇങ്ങനെ കണ്ടപ്പോ അള്ളാഹുവിന്റെ റസൂൽ അവനെ ഒരു നോട്ടം നോക്കി. അവൻ കൂടെയുള്ളവരോട് പറഞ്ഞു, മുഹമ്മദിനെ നോക്കിയിട്ടുണ്ട്, എന്റെ കാര്യം പോക്കാണ്.
അങ്ങനെ നളർ ഇബ്നുൽ ഹാരിസ് എന്ന വൃത്തികെട്ടവനെ കൊല്ലാൻ അലി റളിയല്ലാഹു അൻഹുവിനോട് കൽപ്പിക്കുകയും അത്ര ക്രൂരത ചെയ്തയാളെ രണ്ടാമത്തെ ഒരാളാണ് ഹബീബായ റസൂലുള്ളാഹി കഅബ ശരീഫിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുമ്പോ എങ്ങനെ തോന്നി ആ വൃത്തികെട്ടവന് ഒട്ടകത്തിന്റെ കുടൽമാല ചാർത്താൻ? എങ്ങനെ തോന്നി? വഅഹ്സന മിൻക ലം തറഖത്തു ഐനി വഅജ്മല മിൻക ലം തലിദിൻ നിസാഉ ഖുലിഖത മുബറഅൻ മിൻ കുല്ലി ഐബി കഅന്നക ഖുലിഖത കമാ തശാഉ. എങ്ങനെ തോന്നിയവന് റസൂലുള്ളാഹിന്റെ കഴുത്തില് ഒട്ടകത്തിന്റെ കുടൽമാല ചാർത്തിയ അവനെയും കൊല്ലാൻ അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉത്തരവിടുകയുണ്ടായി. യുദ്ധം കഴിഞ്ഞ് തടവുകാരെ കുറിച്ച് പല ചർച്ചയുണ്ടായി. എന്ത് ചെയ്യണം? സ്വഹാബികൾ പല അഭിപ്രായക്കാരാണ്. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി 70 ആളുകളുണ്ട് ഏകദേശം. നബിയേ, ഇവർ നമ്മുടെ കുടുംബക്കാരാണ്, നമ്മുടെ ജനതയിൽപ്പെട്ടവരാണ്, നമ്മുടെ പിതൃവ്യപുത്രന്മാരാണ്. അതുകൊണ്ട് അവർക്കെതിരായി അള്ളാഹു നമുക്ക് വിജയം നൽകിയില്ലേ, അതുകൊണ്ട് അവരെ അങ്ങ് വിട്ടേക്കാം. അവരിൽ നിന്ന് വേണമെങ്കിൽ മോചനത്തിന്റെ പണം വാങ്ങാം, അവരിൽ നിന്ന് മോചനത്തിന്റെ പണം വാങ്ങാം. അള്ളാഹുവിന്റെ റസൂലേ, അങ്ങനെ അവരെ അള്ളാഹു തമ്പുരാൻ അവർക്ക് സന്മാർഗം നൽകിയാലോ യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് മറ്റൊരാളുണ്ടല്ലോ, ആര്? സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. നബിയെ, അങ്ങേ അവർ കളവാക്കി, നാട്ടിൽ നിന്ന് പുറത്താക്കി, യുദ്ധം ചെയ്തു, ഒരു ദയയും കാണിക്കണ്ട നബിയെ. അബൂബക്കറിന്റെ അഭിപ്രായത്തോട് എനിക്ക് തീരെ യോജിപ്പില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇവരെ വെറുതെ കൊന്നാൽ പോരാ. എന്റെ ഏറ്റവും അടുത്ത ആളെ ഞാൻ കൊല്ലാം, അലിയുടെ ഏറ്റവും അടുത്ത ആൾ അലി കൊല്ലട്ടെ, ഹംസയുടെ സഹോദരനാണല്ലോ അബ്ബാസ് കൊല്ലട്ടെ. അങ്ങനെ ഓരോരുത്തരുടെയും തലവെട്ടട്ടെ. അബ്ദുല്ലാഹ് ഇബ്നു റവാഹ പറയുകയാണ്, നബിയെ, ധാരാളം വിറകുകൾ കൂട്ടിയിട്ടിട്ട് ഇവരെ അങ്ങ് കരിച്ചു കളഞ്ഞാലോ? നബി കുറച്ചു നേരം ഉള്ളിലേക്ക് പോയി. അപ്പോഴേക്ക് കുറച്ച് ആൾക്കാർ അബൂബക്കറിന്റെ പിന്നാലെ, കുറച്ച് ആൾക്കാർ ഉമർ റളിയല്ലാഹുവിന്റെ പിന്നാലെ, കുറച്ച് ആൾക്കാർ അബ്ദുല്ലാഹ് ഇബ്നു റവാഹയുടെ പിന്നാലെ. അത് കഴിഞ്ഞിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, അല്ലാഹു ചില ആളുകളുടെ ഹൃദയങ്ങൾ പാലിനേക്കാൾ മയപ്പെടുത്തിയിരിക്കുന്നു, ചില ഹൃദയങ്ങൾ അല്ലാഹു കല്ലിനേക്കാൾ ഉറച്ചതാക്കുകയും ചെയ്തിരിക്കുന്നു. അബൂബക്കറെ, നീ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ഇബ്രാഹിം നബിയെ പോലെയാ. ഇബ്രാഹിം നബിയെ തീക്കുണ്ടാരത്തിൽ വലിച്ചെറിഞ്ഞപ്പോഴും തന്റെ ശത്രുക്കൾക്കെതിരായി പ്രാർത്ഥിക്കാൻ തയ്യാറായില്ലല്ലോ. അബൂബക്കറെ, നീ പ്രവാചകന്മാരിൽ നിന്ന് ഈസാ നബിയെ പോലെയാണ്. ഈസാ നബി പ്രാർത്ഥിച്ചില്ലല്ലോ. ഉമറേ, താങ്കൾ പ്രവാചകന്മാർക്കിടയിൽ നിന്ന് മൂസാ നബിയെ പോലെയാണ്. മൂസാ നബി ഫിറഔനെതിരായി റബ്ബന തുമിസ് അലാ അംവാലിഹിം വഷ്ദുദ് അലാ ഖുലൂബിഹിം. ഉമറേ, നീ പ്രവാചകന്മാർക്കിടയിൽ നിന്ന് നൂഹ് നബിയെ പോലെയാണ്. റബ്ബന റബ്ബി ലാ തദർ അലൽ അർളി മിനൽ കാഫിരീന ദയ്യാറാ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തടവുകാരെ ഇഷ്ടം പോലെ ചെയ്യാൻ പറഞ്ഞു. വേണമെങ്കിൽ വെറുതെ വിടാം, വേണമെങ്കിൽ നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്നത് പോലെ ചെയ്യാം, അതല്ല മോചനദ്രവ്യം വേണമെങ്കിൽ അങ്ങനെ കുറെ ആളുകൾ ബാക്കിയായപ്പോൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തിന് മുഴുവൻ മാതൃകയാകുന്ന രീതിയിൽ, അതാണ് പിന്നീട് ജയിൽ ചപ്പാത്തി ഉണ്ടാക്കാൻ, ജയിൽ ബിരിയാണി ഉണ്ടാക്കാൻ, ജയിലിൽ ബാർബർ ഷോപ്പ് തുടങ്ങാൻ പല ആളുകളെയും പ്രേരിപ്പിച്ചത് എന്ന് പറയാറുണ്ടല്ലോ. റസൂലുള്ളാഹി പറഞ്ഞു, എഴുത്തും വായനയും അറിയാത്ത ആളുകൾക്ക് 10 ആളുകൾക്ക് ഒരാൾ പഠിപ്പിച്ചു കൊടുത്താൽ അയാളെ മോചിപ്പിക്കാം. ഇങ്ങനെ അവരോട് കാരുണ്യം കാണിച്ച്, അവരോട് സ്നേഹം കാണിച്ച് ഉജ്ജ്വലമായ പോരാട്ടത്തിന്റെ വലിയ ചരിത്രം സൃഷ്ടിച്ച ആ ബദറിന്റെ സംഭവം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.